Good morning, everyone. Welcome to Attendant Malayalam channel. And my name is Sebastian, and welcome to the Hindu editorial analysis of 4th January 2023. Okay. Good morning, namaskaram. I'm so sorry I'm late. Thank you so much for waiting, and thank you so much for your time and your patience. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു രാവിലെ കയറാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഹിയർ വി ആർ. ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കണം. അതുപോലെ തന്നെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂട്ടണം. എസ്പെഷ്യലി ഇത് പറയാനുള്ള കാരണമുണ്ട്. ഞാൻ വീണ്ടും എടുത്തു പറയാണ്, നമ്മുടെ FCA എക്സാമിനൊക്കെ ഈ FCAയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആണ്, വായിച്ചു നോക്കാൻ കുറച്ച് സമയം എടുക്കുന്നു. അപ്പോൾ സമയം എടുക്കുമ്പോൾ അത് നമ്മുടെ റീഡിംഗ് എബിലിറ്റിന്റെ ഒരു കാര്യം വലിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിപ്പോൾ റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഓർ GK ആയിക്കോട്ടെ, അത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിപ്പോ PSCക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഡിഗ്രി പ്രിലിംസ് എക്സാമിനൊക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് നോക്കുന്നവരാണെങ്കിൽ റീഡിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മാറ്റേഴ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള സെഷനാണ് എഡിറ്റോറിയലിലെ ആർട്ടിക്കിളും അവിടുത്തെ വൊക്കാബുലറിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി, ഹിന്ദു എഡിറ്റോറിയൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് രാവിലെ എന്നും 8:30 മണി മുതൽ ഉള്ള സെഷനാണ്. അവിടെ വൊക്കാബുലറി നമ്മൾ ഡിസ്കസ് ചെയ്ത് വിടുന്നുണ്ട്, സെന്റൻസ് സ്ട്രക്ചർ ചെയ്ത് വിടാനും പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ സ്ട്രക്ചർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം, നിങ്ങളുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാം, ആൻഡ് ഓഫ് കോഴ്സ് യുവർ റീഡിംഗ് എബിലിറ്റി ആൻഡ് യുവർ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്. പിന്നെ പറയണ്ടല്ലോ, റൈറ്റിംഗ് എബിലിറ്റി എന്തായാലും നിങ്ങൾ വൊക്കാബുലറി കൂടുന്ന അനുസരിച്ച് കൂടും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോട്ട്. നമ്മുടെ കോട്ട് ഇന്ന് ഇതാണ്: This is the beginning of anything you want. നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇനി വേറൊരു പുഷ്, ഒരു പെർസ്വേഷൻ അല്ലെങ്കിൽ ഒരു പുഷ് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുക. ദിസ് ഇസ് ദ ബിഗിനിങ്, ഇതാണ് തുടക്കം. ഇനി വേറൊരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കരുത്. നമ്മൾ എപ്പോഴാണോ നമുക്ക് ഫീൽ ചെയ്യുക ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ദാറ്റ് ഇസ് ദ റൈറ്റ് ടൈം, അല്ലെ? നമ്മളപ്പോൾ തോന്നി ഇത് റൈറ്റ് ടൈം അല്ല, വേറൊരാൾ പറഞ്ഞു തന്ന അല്ലെങ്കിൽ വേറൊരു മുഹൂർത്തം നോക്കാനൊന്നും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാ, 1-ാം തീയതി ആട്ടെ ഇനി ഞാൻ നന്നാവാം എന്ന് വിചാരിക്കില്ലേ? അപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കും. ദിസ് ഇസ് ദ ബിഗിനിങ്, ഇതിപ്പോ തുടങ്ങി കഴിഞ്ഞു, ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് ആയിക്കോട്ടെ, കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപിടി ഓപ്പർച്യൂണിറ്റികൾ വരികയാണ്. ഓൾറെഡി 2022 അവസാനിച്ച് നോട്ടിഫിക്കേഷന്റെ ജാഗരയോടുകൂടിയാണ്. അതിപ്പോ സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണെങ്കിലും നിങ്ങൾ കണ്ടു. ഇപ്പത്തെ ടെന്റേറ്റീവ് ആയിട്ട് SSCയുടെ കലണ്ടർ റിലീസ് ചെയ്തു. അപ്പൊ കലണ്ടറിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നത് SSCക്ക്. കാരണം ഇനിയും 9 ലക്ഷത്തി സംതിങ്, ഓൾമോസ്റ്റ് ഒരു 10 lakhsന്റെ അടുത്ത്, 9 ലക്ഷം പ്ലസ് ആണ്. അപ്പോൾ 10 lakhsന് അടുത്ത് വേക്കൻസി ഉണ്ട്. SSC വഴി നിയമനങ്ങൾ നടക്കാൻ പോവാണ് ഈ വരുന്ന 2023-2024 ആ ഒരു അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ഫിസിക്കൽ ഇയറിൽ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരും. ഇപ്പൊ പ്രിപ്പറേഷൻ പൊക്കോണ്ടിരിക്കുന്നവർ തളർന്നു പോകരുത്, പ്രിപ്പറേഷനോട് തന്നെ പൊക്കോളാം, ഓൺ ട്രാക്കിൽ പോവുക. കാരണം ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് എനിത്തിങ് യു വോണ്ട്. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ പറ്റിയൊരു സമയമാണ്. സോ ആ ഒരു ഫ്ലോയോടെ കൂടി തന്നെ, ആ ഒരു എന്താ പറയാ, ആ വൈബ്രൻസിയോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കണം. ദാറ്റ്സ് മൈ കോട്ട് ഫോർ യു ടുഡേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നമുക്ക് തുടങ്ങാം. നിങ്ങൾ കണ്ടുപിടിക്കുന്ന Attendant മലയാളം ചാനൽ, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ഡെയിലി ക്വിസസ് ഉണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ടും എക്സാം വൈസ് ആയിട്ടും. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ പഠനം എവിടം വരെ പ്രിപ്പറേഷൻ എന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡിന്റെ കാര്യങ്ങളും ആൻഡ് ക്വസ്റ്റൻ ഫെമിലാരിറ്റി കിട്ടുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക, കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ മലയാളം ചാനലിൽ ഉള്ള ഡെയിലി ക്വിസസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടും ഈ ആപ്പ് വഴി. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ചാനലിനെ പറ്റി അറിയാലോ. ഇപ്പൊ കണ്ടുപിടിക്കുന്ന Attendant മലയാളം ചാനൽ നമുക്ക് 3 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വലിയൊരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം ഇന്നത്തെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാന്ന് പറയാം. ജസ്റ്റ് ആർട്ടിക്കിൾസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 2 ആർട്ടിക്കിൾ വന്നിട്ടുണ്ടേ. വിതൗട്ട് എനി ഡൗട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമോണിറ്റൈസേഷനെ പറ്റിയാണ്. നവംബർ മാസം നമുക്കറിയാം 2016 ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് നവംബർ മാസം മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അല്ലെ. ഒരുപാട് പേര് അലട്ടി, ഒരുപാട് പേര് ബുദ്ധിമുട്ടിച്ച ഒരു കാലഘട്ടം, ആ ഒരു മാസമായിരുന്നു നവംബർ മാസം. അപ്പൊ അതിനെപ്പറ്റി ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ വന്നു.
ഡിമോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ വന്നു. അതിനെപ്പറ്റി അനലിറ്റിക്കൽ ആയ ഒരു ആർട്ടിക്കിൾ ആണ് പറയുന്നത്. എവിടെ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ വന്നാൽ ദാറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് തിങ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഇടപെടും അല്ലെ, എന്തെങ്കിലും മുട കണ്ടാൽ സുപ്രീം കോർട്ട് ഇടപെടും. അതിനാണ് ജുഡീഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറയാം. യു നോ ദാറ്റ് അല്ലെ. അപ്പം അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എന്നുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡിസ്കസിങ് ടുഡേ. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ബ്രസീലിൽ പുതിയ പ്രൈം മിനിസ്റ്റർ കുറെ നാളുകൾക്ക് ശേഷം റിട്ടേൺ ചെയ്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പേര് മറന്നുപോയി, സോറി പ്രസിഡന്റ് പേര് മറന്നുപോയി. അപ്പൊ പ്രസിഡന്റ് പുതിയൊരു പ്രസിഡന്റ് വന്നു. അപ്പൊ അത് GA ആണ്, നിങ്ങൾ നോക്കുക. ആൻഡ് അവിടുത്തെ അവസ്ഥകൾ എങ്ങനെയാണ്. അപ്പൊ വീണ്ടും ലെഫ്റ്റിസ്റ്റ് വിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിങ്ക് ടൈഡ് വരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിളിൽ. അപ്പോൾ കുറച്ച് വൊക്കാബുലറി ഉണ്ട് രണ്ട് ആർട്ടിക്കിളുമായിട്ട്. പക്ഷെ കൂടുതലും വൊക്കാബുലറി വന്നിരിക്കുന്നതും ഫ്രേസൽ വേർബ്സ് ഒക്കെ വന്നിരിക്കുന്നതും നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ആർട്ടിക്കിളിൽ നിന്നാണ്. എല്ലാ ഫ്രേസൽ വേർബ്സും എല്ലാ വൊക്കാബുലറിയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിടാം. നിങ്ങൾ സെന്റൻസ് ഫ്രെയിം ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ ആണല്ലോ? നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് വീണ്ടും. യെസ്, യാ, അപ്പൊ ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ ഗുഡ് മോർണിംഗ് പീപ്പിൾ. എല്ലാവരും ഉഷാറാണല്ലോ അല്ലെ? ഓക്കെ. അതെ, ഇന്ന് റിജിൻ ഉണ്ടല്ലോ. എടാ, ഇന്ന് നീ ജോലിക്ക് പോയില്ലേ? അതോ ഇന്നും കിടന്നുറങ്ങിയോ? അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ സെക്ഷൻ. അപ്പൊ ആദ്യത്തെ നമ്മൾ 2 പേജിലായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കുറച്ചധികം ഫ്രേസൽ വേർബ്സ്, അതുപോലെ തന്നെ ഇഡിയംസ്, വൺ വേർഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നോക്കിയേ, നമ്മൾ ഇന്നത്തെ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രേസൽ വേർബ് ഇതാണ്, ഡെഫർ ടു സംബഡി എന്നുള്ളതാണ്. ഡെഫർ ചെയ്യുക നമുക്കറിയാം. ഡെഫർ എന്ന വേർബ് നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. ഡിഫർ, വേരി എന്നുള്ളതും, ഡെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക, പുട്ട് ഓഫ് ചെയ്യുക അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഡെഫർ എന്ന വേർബിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. ഡെഫർ ചെയ്യാന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യുക, ഇറ്റ്സ് എ വേർബ് അല്ലെ, പോസ്റ്റ്പോൺ ചെയ്യാന്നാണ് അർത്ഥം. എന്നാൽ ആ സാധനം ഡെഫർ കഴിഞ്ഞിട്ട് ട്രാൻസിറ്റീവ് വേർബാ, നേരെ നമുക്ക് എന്തൊരു ഒബ്ജക്റ്റ് കൊടുത്തങ്ങ് പോവാ ചെയ്യുന്നത്. പോസ്റ്റ്പോൺ വാട്ട്, ഡെഫർ വാട്ട് എന്നുള്ളത്. പക്ഷെ ഡെഫർ ടു സംബഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോസ്റ്റ്പോൺ ചെയ്യാന്നല്ല കേട്ടോ. അതൊരു ഫ്രേസൽ വേർബായി, അതിന്റെ മീനിങ്ങേ മാറി, സംഭവം മാറിയേ. ഓർത്തോണം, അക്സെപ്റ്റ് സംബഡീസ് ഒപ്പീനിയൻ ഓർ ഡിസിഷൻ. നമ്മൾ ഒരാളോട് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പോസ്റ്റ്പോൺ ചെയ്യാൻ മാറ്റി വെക്കുക എന്നല്ല കേട്ടോ. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഒരാളുടെ ഒപ്പീനിയനോ ഒരാളുടെ ഡിസിഷനോടോ അക്സെപ്റ്റ് ചെയ്യുക, ആ കാര്യത്തിനോട് അപ്രൂവ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ ഡെഫർ ചെയ്യുക. ഡെഫർ ടു സംബഡി എന്ന് പറഞ്ഞാൽ അർത്ഥം ഓർത്ത് വെച്ചോളാം. സോ മീനിങ് മാറും, അതനുസരിച്ച് ഒന്ന് പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഡെഫർ ടു സംബഡി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് സംബഡീസ് ഒപ്പീനിയൻ ഓർ ഡിസിഷൻ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, മേക്ക് ലൈറ്റ് ഓഫ് സംതിങ്. നമ്മൾ നിസ്സാരമായി കാണുക എന്ന് പറയും. ഒരു കാര്യത്തെ ലൈറ്റ് ആയിട്ട് കാണുക. ഒരു കാര്യത്തെ ലൈറ്റ് ആയിട്ട് കാണുമ്പോൾ, സീരിയസ് ആയിട്ടൊരു കാര്യത്തിനെ നമ്മൾ ലൈറ്റ് ആയിട്ട് കാണുന്ന പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ എന്താ അർത്ഥം? ഇറ്റ്സ് എൻ ഇഡിയം. അതിന്റെ അർത്ഥം എന്നാ? നിസ്സാരവൽക്കരിക്കുക അല്ലെ. ഒരു കാര്യത്തിനെ നിസ്സാരവൽക്കരിക്കുക. കാര്യം സീരിയസ് ആയിരിക്കും, പക്ഷെ അതിന് നമ്മൾ നിസ്സാരമായി കാണും അല്ലെ, അങ്ങനെ നിസ്സാരമായിട്ട് എഴുതിത്തള്ളും. അതിനാണ് മേക്ക് ലൈറ്റ് ഓഫ് സംബഡി എന്ന് പറയാം. ട്രീറ്റ് ആസ് അൺഇമ്പോർട്ടന്റ്. ട്രീറ്റ് സംതിങ് ആസ് അൺഇമ്പോർട്ടന്റ്. അൺഇമ്പോർട്ടന്റ് ആയിട്ട് അതിനെ കരുതാണ്. അതിനാണ് മേക്ക് ലൈറ്റ് ഓഫ്. ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു മേക്ക് ലൈറ്റ് ഓഫ് യുവർ വറീസ്. സോറി കേട്ടോ, ഞാൻ നിന്റെ സങ്കടത്തിന് ഞാൻ അൺഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടതല്ല, നിസ്സാരമാക്കി കണ്ടതല്ല അല്ല. ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു മേക്ക് ലൈറ്റ് ഓഫ് യുവർ വറീസ്. അങ്ങനെയൊക്കെ പറയാറില്ല നമ്മള്. എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അല്ലെന്നൊക്കെ പറയല്ലേ നമ്മൾ ചില സമയത്ത്. പിന്നെ നിനക്ക് എന്താ ഇവിടെ വലിയ പണി, അല്ല നീ ഇപ്പൊ എന്ത് ചെയ്തിട്ട്, പിന്നെ നിനക്ക് എന്നാ ടെൻഷൻ, നമ്മുടെ ഒക്കെ ജോലി വെച്ചുമ്പോൾ നിനക്ക് എന്താ ടെൻഷൻ അല്ലെ എന്നൊക്കെ പറഞ്ഞ പല ചില സമയത്ത് പേരൻസ് ഒക്കെ പിള്ളേരോട് പറയില്ലേ, നിങ്ങൾക്ക് എന്താ ഇവിടെ ഇത്രമാത്രം ടെൻഷൻ അല്ലെ. ചില സമയത്ത് ഹസ്ബൻഡ്സ് വൈഫിനോട് പറയല്ലേ, വീട്ടിൽ നിനക്ക് ഇപ്പൊ എന്തുമാത്രം ജോലി, നിസ്സാരവൽക്കരിക്കുക എന്ന് പറയില്ല. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിൽ കാണാൻ പറ്റും. സോ മേക്ക് ലൈറ്റ് ഓഫ് നമ്മൾ തന്നെ ചെയ്യാറുണ്ടല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം വലിയ കാര്യമാണ്, മറ്റുള്ളവരുടെ കാര്യം എപ്പോഴും അവരെന്ത് ചെയ്യുന്നു, എന്റെ അത്ര പാടുപെടുന്നുണ്ടോ നിങ്ങളൊക്കെ, മറ്റുള്ളവരുടെ വറീസ്, മറ്റുള്ളവരുടെ ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മളൊന്ന് കൊച്ചായി കാണാറുണ്ട് അല്ലെ, കൊച്ചായി കാണാം. അതിനാണ് മേക്ക് ലൈറ്റ് ഓഫ് സംതിങ്. ട്രീറ്റ് ആസ് അൺഇമ്പോർട്ടന്റ്, അതാണ് മേക്ക് ലൈറ്റ് ഓഫ് സംതിങ് കേട്ടോ. ഇറ്റ്സ് എൻ ഇഡിയം. ഓർത്ത് വെച്ചോളാം, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള ഇഡിയമാണ്. അടുത്ത കയറും ബ്രഷ് അസൈഡ്. തുടച്ചു മാറ്റിയതൊക്കെ നമ്മൾ പറയില്ലേ, ബ്രഷ് തുടച്ച് സൈഡിലോട്ട് മാറ്റി വെക്കുക. തുടച്ചു മാറ്റി ക്ലീൻ ആക്കുകയല്ല. ബ്രഷ് അസൈഡ് മീൻസ് നമ്മൾ അതിനെ മാറ്റി വെക്കാണ്. ബിക്കോസ് യു ആർ ഡിസ്റിഗാർഡിങ് ദാറ്റ്. അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, അതിനെ നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുകയാണ്. ദാറ്റ് ഇസ് ബ്രഷ് അസൈഡ്. ഇഫ് യു ബ്രഷ് അസൈഡ് സംതിങ്, നമ്മളൊരു കാര്യം ബ്രഷ് അസൈഡ് എന്ന് വെച്ചാൽ നോട്ട് എ പോസിറ്റീവ് സെൻസ്, നെഗറ്റീവ് സെൻസ് ആണ്. നമ്മൾ ബ്രഷ് അസൈഡ് എന്ന് പറയുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയണം, മൈൻഡ് ചെയ്യാതിരിക്കണം. ദാറ്റ് ഇസ് ബ്രഷിംഗ് അസൈഡ് സംതിങ്. ഓക്കെ. അപ്പൊ ബ്രഷ് അസൈഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റിഗാർഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. പഠിച്ചിട്ടുള്ളതാണ്, ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കല്ല, പഠിച്ചിട്ടുള്ള. ബ്രഷ് അസൈഡ് ഫ്രേസൽ വേർബ് ആണ്, ഓർത്തോണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിക്കേ, റൈറ്റ് റോങ്. തെറ്റിനെ തിരുത്തുക, അതിനാണ് റൈറ്റ് റോങ് എന്ന് പറയാം. അതേ പോലെ നമ്മൾ പറയില്ലേ വാക്ക് എ ടോക്ക് എന്ന് പറയില്ലേ, വർത്താനം പോരാ, അത് പ്രവൃത്തിയിലോട്ട് വരട്ടെ, വാക്ക് എ ടോക്ക്. അതുപോലെ തന്നെ റൈറ്റ് റോങ്, ഇറ്റ്സ് എൻ ഇഡിയം. എന്താ അർത്ഥം റൈറ്റ് റോങ് എന്ന് പറഞ്ഞാൽ? കറക്റ്റ് സംതിങ് ബാഡ് ദാറ്റ് ഹാസ് ഡൺ.
something wrong that has done or something bad that has done. തെറ്റായി എന്തോ നിങ്ങൾ ചെയ്തു, അതിനെ തിരുത്തുക, കറക്റ്റ് ചെയ്യുക. Or make improvements, അല്ലെ, make amendments, തിരുത്തുന്നു, make something better, ഒരു കാര്യത്തിനെ നന്നാക്കി എടുക്കുവാണ്. ഓൾറെഡി നിങ്ങൾ ഒരു തെറ്റായ ഒരു രീതിയിലാണ് ചെയ്തത്, ആ ചെയ്ത കാര്യത്തിൽ നിങ്ങൾ ചെയ്താകാം, മറ്റൊരാൾ ചെയ്തായിരിക്കാം, അത് നിങ്ങൾ മാറ്റി അതിന് കറക്റ്റ് ചെയ്യാണ്, ആ തെറ്റിനെ തിരുത്താണ്. അതിനാണ് റൈറ്റ് റോങ് എന്ന് പറയാം. Because you have committed something wrong, you or somebody, അതിനെ നിങ്ങൾ തിരുത്തുവാണെങ്കിൽ you are righting a wrong എന്ന് പറയാം. ഇവിടെ റൈറ്റ് ആസ് എ verb ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, റൈറ്റ് or wrong ഓർത്തോണം. ഓക്കെ, ക്ലിയർ? ഇത് ഓർത്ത് വെച്ചോണം. ഇതൊക്കെ റൈറ്റ് റോങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ചായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചോളാം. അതെ തന്നെ, അതെ, ലുലു ഡേ സാൽവിയ എന്നോ അങ്ങനെ കണ്ട പുള്ളിയുടെ പേര് അവസാനം, ഷൈനി. അതെ, ലുലു ഡേ സാൽവിയ. അതിന് മുമ്പ് വേറെ എന്തോ ഉണ്ട്, അതിന്റെ പേരും ഞാൻ മറന്നുപോയി. എനിക്കാണെങ്കിൽ അത്ര വലിയ പേര് എനിക്ക് ഓർത്തിരിക്കുന്ന പോലുമില്ല, അല്ലെ തന്നെ പേരിന്റെ കാര്യത്തിൽ ഞാൻ വീക്കാം. അപ്പോ എനിക്ക് എന്തായാലും അത് ഓർമ്മയെ വന്നില്ല. അങ്ങനെ പേര് അങ്ങനെ ഓർത്ത് വെച്ചോളാം. പുള്ളിയുടെ പേര് ഇങ്ങനെയാ, ലൂയി ഇനോക്യോ, ഇങ്ങനെയാ, ലൂയി ഇനാഷ്യോ, ഇങ്ങനെ കണ്ടെന്നു. പ്രൊനൗൺസിയേഷൻ പോലും എനിക്ക് അറിയത്തില്ല. ലൂയി ഇനാഷ്യോ ലുല ഡ സാൽവിയ, അല്ല സിൽവ, ലുല ഡി സിൽവ, അങ്ങനെയാണ് അതിന്റെ പേര്. ബ്രസീൽ അല്ലേ, ബ്രസീലിയൻ പ്രസിഡന്റ് ആണ് കേട്ടോ, ഓർത്തോണം. അപ്പൊ അത് പുള്ളി സ്ഥാനത്തോട്ട് വന്നു. നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കണം, നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുണ്ട്, ഓർത്ത് വെച്ചോളാം കേട്ടോ. അങ്ങനെയാണ് പേര്. ഓക്കെ, അപ്പൊ ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് പോകാം കേട്ടോ, അങ്ങനെയാണെങ്കിൽ. Okay, after the long hours of tussle, she deferred to her husband. Okay, accepted her husband's decision. She deferred to her husband. Okay. The governor deferred to chief minister's advice to reappoint Saji Cherian as minister. All right, that's great. Supreme Court upheld the monetization process by deferring to the opinion of majority. Yes, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Yes. അടുത്ത് നമുക്ക് നോക്കാം. I deferred to my sister's word and joined the class yesterday. All right, all right. അവിടെ വേർഡ് എന്ന് പറയില്ല, വേർഡ്സ് എന്ന് പറയാം, വാക്കുകൾ. രണ്ടുണ്ട്, വേർഡ് അൺകൗണ്ടബിൾ ആയിട്ടും വേർഡ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം. വേർഡ്സ് വാക്ക്, ഒരാളുടെ വാക്ക്. മറ്റേ വാക്ക് ഇസ് പ്രോമിസ്. വേർഡ്, ഐ വിൽ ഗിവ് യു മൈ വേർഡ്, ഇറ്റ്സ് മൈ വേർഡ്, ട്രസ്റ്റ് മൈ വേർഡ് എന്നൊക്കെ പറഞ്ഞാൽ, ട്രസ്റ്റ് മൈ പ്രോമിസ്, ഇറ്റ്സ് മൈ പ്രോമിസ്, ട്രസ്റ്റ് മീ, ഇറ്റ്സ് മൈ വേർഡ് എന്ന് പറയില്ല, അത് പ്രോമിസ് എന്നർത്ഥമാണ്. അപ്പം ഇവിടെ MJ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഐ ഡെഫർ ടു മൈ സിസ്റ്റേഴ്സ് വേർഡ്സ്, വാക്കുകൾ എന്ന് കൊടുക്കാം, അതാണ് കറക്റ്റ്. ഓക്കെ, yeah, making light of unemployment crisis anticipated in uptick of crimes. That's great. Please brush aside negative thoughts. That's great. She was not ready to defer to her parents in choosing her life partner. That's great. Okay, the vanguard brushed aside his proposal after deferring to another bit. All right, brush aside your negative thoughts and be on track. That's great. I brushed aside maths while preparing for mains and it gave me 8 in the morning. Oh Agil, oh my god. പറഞ്ഞ സെന്റൻസ് കൊള്ളാം, എങ്കിലും അതിലെ തീം സങ്കടപ്പെടുത്തി. The politicians trying to brush aside the negative shade. That's great. How great. The employees of the company deferred to the decision took by the head. That's great. Took by അല്ലേ സുമി? The employees of the company deferred to the decision taken by the head. Taken by, എടുത്ത decision. അവിടെ പാർട്ടിസിപ്പിൾ ഫോമിലാണ് പറയുന്നത്. took by അല്ലേ, taken by. V3 വരണം. It is necessary to brush aside inhuman evil practices existing in society. Great. Brushing aside your unnecessary thoughts will help you on track. That's great. Why did you brush aside my presence? That's great. Ardi did right or wrong after murdering the skeptic husband. Oh my god. Ardi തിരിച്ചു വന്നല്ലോ അവന്റെ പണി. But the sentence is right, okay? The frequent idiosyncrasies in the economic cycle botched up the lives of people. Okay, that's great. I brushed aside my career as an artist. All right, I ignored. Niti, clear item. എന്ത് പറ്റി? വേണ്ടാന്ന് വിചാരിച്ചു കളഞ്ഞോ? ആർട്ടിസ്റ്റിന് ഇതെന്താ, കലാകാരന്മാർക്കൊരു വിലയില്ല ഈ സമൂഹത്തിൽ, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു, അങ്ങനെയാണോ വെച്ചേ? ഡോണ്ട് ഡു ദാറ്റ്. ഒരു ജോലിയൊക്കെ മേടിച്ച് കഴിയുമ്പോഴേക്കും ഫോളോ യുവർ പാഷൻ കേട്ടോ. ആ ഒരു നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് ചെയ്യാം, ആ ഒരു ലെവലിലോട്ട് എത്തിക്കണം. ഓക്കെ, വൺസ് യു ഗെറ്റ് എ ജോബ് ആൻഡ് യു ആർ ഫിനാൻഷ്യലി സെക്യൂർഡ്, ആ വഴിക്ക് പോകണം കേട്ടോ. if you are really interested in it again. അപ്പൊ ബോച്ചപ്പ് എന്ന വാക്ക്, ബോച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോച്ച് എന്ന് പറഞ്ഞ നൗൺ ഉണ്ട് കേട്ടോ, ബോച്ച് എന്ന് പറഞ്ഞ നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. അപ്പൊ ബോച്ചപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഫ്രേസൽ വേർബ് ആയിട്ട് വരുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, മേക്ക് എ മെസ്. ബോച്ച് എന്ന് പറഞ്ഞാൽ മെസ്, റൂയിൻ, നാശകോശമായിട്ട് കിടക്കുന്ന അവസ്ഥ. ദാറ്റ് ഇസ് ബോച്ച്.
കേട്ടോ. അപ്പൊ ബോച്ചപ്പ് എന്ന് പറഞ്ഞാൽ മേക്ക് എ മെസ് ഓർ ഡിസ്ട്രോയ് റൂയിൻ അല്ലെ, ഒരു കാര്യം നശിപ്പിക്കുക, അതിനാണ് ബോച്ചപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. That's botch up. ഓർത്തോളൂ. അടുത്ത ഓൺ ട്രാക്ക് അറിയാലോ, മേക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ലൈക്ലി ടു സക്സീഡ്. പ്രോഗ്രസ്സിൽ പൊക്കോണ്ടിരിക്കുന്നത് നല്ല രീതിയിലാണ് പോണേ, ആൻഡ് സക്സീഡ് ചെയ്യാൻ ഒരു മിക്കവാറും സക്സീഡ് ചെയ്യുമായിരിക്കും. ലൈക്ലി ടു ദാറ്റ് മീൻസ് ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ സക്സീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മേക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ലൈക്ലി ടു സക്സീഡ് ആണ് ഓൺ ട്രാക്ക്. ഓർ ഓൺ നമ്മളല്ല ഓൺ ഷെഡ്യൂൾ ആണ്, അല്ലെങ്കിൽ ഓൺ കോഴ്സ് ആണ്, സംഭവമൊക്കെ സെറ്റ് ആയിട്ട് പോകുന്നു, അതിനാണ് ഓൺ ട്രാക്ക് എന്ന് പറയുന്നത്. യു നോ ഇറ്റ് അല്ലേ, ഓർത്തോളാം. അടുത്ത സെറ്റിലൂടെ നമുക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങളുടെ സെന്റൻസ് കൂടെ ഞാൻ നോക്കട്ടെ. Let me see. Okay, yeah. The police officer made light of a petition even though it was a tenable matter. Great. Gino, good morning. The teacher defers to principal's words. Okay, that's great. He apologized to her. Amla, ശ്രദ്ധിച്ചോണേ, apologize ന്റെ കൂടെ to preposition കൊടുക്കണം. I apologize to you. I apologize to you. He apologized to her as he made light of her opinions. കേട്ടോ, apologize to. നോട്ട് ചെയ്തോണേ. Never make light of his nerve-wracking situation. Great. Doubt ഉണ്ടായിരുന്നല്ലേ, കുഴപ്പമില്ല, no problem. The goons watched up the office within seconds. That's great. The manager always make light of the work of employees. അവിടെ ശ്രദ്ധിച്ചേ, always ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും തെറ്റിപ്പോട്ടോ. അഞ്ചു, മാനേജർ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പൊ വെർബ് സിംഗുലർ കൊടുക്കണേ. The manager always makes light of the work of employees. The manager always makes. Manager singular, verb singular കൊടുത്തേ, s ഇട്ട് കൊടുത്തേ, makes. My brother always botches up my study table. All right. ആക്കുമല്ലേ, കൊള്ളാം. My brother makes light of my cooking. അതുള്ളതാ, വലിയ ആൾക്കാർക്ക് എപ്പോഴും ഉള്ളതാ, ചെറിയ ആൾക്കാർക്ക് ഇങ്ങനെ താഴ്ത്തി കിട്ടല്ലേ, എന്താ ചെയ്യാ. We have no choice to defer to someone's opinion because it is high time to take our own decisions. Yes, that's great. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ പഠിക്കുന്നത് കിട്ടിയിട്ട് സെറ്റ് ആക്കാം. അത് മതി, അത് കേട്ടാ മതി എനിക്ക്. The girl brushed aside her exam. The girl brushed aside. ചെയ്തു, കഴിഞ്ഞ കാര്യമല്ലേ, അപ്പൊ പാസ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അഞ്ചു പ്രസന്റ് ടെൻസ് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, The girl brushed aside. കാരണം ഗേൾ സിംഗുലർ അല്ലേ. കോൺകോഡ് ഒന്ന് ശ്രദ്ധിക്കണേ, സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ശ്രദ്ധിക്കുക. സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കുക. The girl brushes aside or the girl brushed aside കൊടുക്കുക കേട്ടോ. She is a headache to the family because she always botches up. She always botches up what? എന്ത്? She makes a mess of what? അത് കൊടുക്കണം. മേക്ക് എ മെസ്സിന് പിന്നെ ഒബ്ജക്റ്റ് വേണം, പക്ഷെ ബോച്ചപ്പിന് ഒബ്ജക്റ്റ് വേണം കേട്ടോ. എന്താണ് നശിപ്പിക്കുന്നത് എന്ന് കൊടുക്കണം കേട്ടോ അമല. All right. Never brush aside the anticipation of your parents about your future. All right. That's great. He makes light of reading good books. All right. That's great. Officials cited that the government activities are on track and they need a hold up from the people. All right. That's great. Support. Okay. Don't brush aside the complaints about destruction of public property. That's great. Want to be a vanguard, he brushed. Want to be a vanguard alla, wanting to be a vanguard. ഇങ്ങനെ ഒരു ആഗ്രഹത്തോടെ, അപ്പൊ കോമ ഇട്ട് കൊടുക്കുക. Wanting to be a vanguard, he brushed aside all the negatives around him എന്ന് കൊടുക്കുക. അനക അല്ലെ, want to be എന്ന് കൊടുക്കാൻ പറ്റില്ല. Wanting to be a vanguard, ലീഡർ ആവാനുള്ള ആഗ്രഹത്തോടെ, കോമ, ഫ്രേസ് ആണത്. He brushed aside all the negatives around him. His friends botches അപ്പൊ ആണോ ജിനു? സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ശ്രദ്ധിക്കണേ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, അപ്പൊ പ്ലൂറലിന് നമുക്ക് പ്ലൂറൽ വെർബ് കൊടുക്കണം. ബോച്ചസ് എന്ന് പറയുമ്പോൾ എസ് ഇട്ട് കൊടുത്ത സിംഗിൾ വെർബ് അല്ലേ, എസ് കട്ട് ചെയ്തേ, ഇ എസ് മൊത്തത്തില്. ഹിസ് ഫ്രണ്ട്സ് ബോച്ച് അപ്പ് ഓൺ ഹിസ് മാരേജ് ഡേ. ഓൺ ഹിസ് അല്ല, ബോച്ച് അപ്പ് ഹിസ് മാരേജ് ഡേ കൊളവാക്കി എന്ന് കൊടുക്കാം. ഓൺ വേണ്ട, ഓണം കട്ടി കേട്ടോ. ഹിസ് ഫ്രണ്ട്സ് ബോച്ച് അപ്പ് ഹിസ് മാരേജ് ഡേ. മാരേജ് ഡേ കൊടുക്കരുത്, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ട്, മാരേജ് എന്ന് പറഞ്ഞാൽ ദാമ്പത്യം, കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയില്ലേ, അതിനാണ് മാരേജ് എന്ന് പറയുന്നത്. ഐ ആം വർക്കിംഗ് ഓൺ മൈ മാരേജ് എന്ന് പറഞ്ഞാല് കല്യാണം, ഞങ്ങളുടെ ദാമ്പത്യത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വി ആർ വർക്ക് ഓൺ പ്രോഗ്രസ് എന്ന് പറയില്ല ആ സാധനം. പക്ഷെ കല്യാണ ദിവസത്തെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെഡിങ് ഡേ കേട്ടോ. ഇറ്റ്സ് എ വെഡിങ് ഡേ, നോട്ട് മാരേജ് ഡേ. മാരേജ് ഡേ അല്ല, മാരേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു അവസ്ഥയ്ക്ക്, ആ കണ്ടീഷൻ പറയുന്നത് വരെയാണ് മാരേജ് കേട്ടോ. പക്ഷെ വിവാഹം എന്ന ചടങ്ങിന് പറയുന്നത് വെഡിങ്. സോ ഇറ്റ്സ് എ വെഡിങ് ഡേ കേട്ടോ. ഇങ്ങനെ ഓർത്തനെ. മൈ ഫ്രണ്ട്സ് ഓർ ഹെർ ഫ്രണ്ട്സ് ബോച്ച് ഹിസ് വെഡിങ് ഡേ ലൈക്ക് ദാറ്റ് അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞേ ആ സംഭവം, ഓർത്തോണം കേട്ടോ. ലെറ്റ് മീ സീ അടുത്തത്. ഓക്കെ, എവിടം വരെ എത്തി? Okay. People always make light of wearing masks. Yes, people do that. അതെ. Making light of child skirmish behavior resulted in the watching up of the room. All right, that's great. Watching up the room, madi watching up of anda. Make a mess of something.
He make a mess of something നമ്മൾ പറയും പക്ഷെ botch up of something അല്ല botch up something മതി ഓഫ് വേണ്ട കേട്ടോ ഓഫ് വേണ്ട ശ്രദ്ധിച്ചോണം Chamase, the villain in the movie tried to right a wrong. That's great. Why are you making light of her competence? That's great. My friend makes light of me, so I think to brush aside her. അതെനിക്ക് ഇഷ്ടപ്പെട്ടു അവൾ എനിക്ക് വില തരുന്നില്ല ഞാൻ അവളെ വേണ്ടാതെ വെക്കുവാണല്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേൾക്കുമ്പോൾ തന്നെ ഒരു തമാശ പോലെ എനിക്ക് തോന്നി ഇസ് ഇറ്റ് ട്രൂ എനിക്കറിയില്ല ഐ ഹാവ് എനിക്ക് അങ്ങനെ തോന്നിയൊരു തമാശയായിട്ട് ദാറ്റ്സ് ഇറ്റ് ഐ ഹാവ് ഡൺ മെനി റോങ്സ് സോ ഐ നീഡ് ടു റൈറ്റ് ദ റോങ് ആസ് സൂൺ ആസ് പോസിബിൾ ദാറ്റ്സ് ഗ്രേറ്റ് all right many wrongs എന്ന് പറയില്ല കേട്ടോ അനുപേ കാര്യം റോങ് എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലെ ബാഡ് അല്ലെങ്കിൽ ഗുഡ് ഓർ റോങ് എന്നൊക്കെ പറയുന്നത് നൗൺ ആയിട്ട് ഉപയോഗിക്കും നമ്മൾ പക്ഷെ അത് അൺകൗണ്ടബിൾ നൗണാണ് മെനി റോങ്സ് പറയില്ല ഐ ഹാവ് ഡൺ മച്ച് റോങ് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു എന്നാ പറയാം മിസ്റ്റേക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം മെനി മിസ്റ്റേക്സ് പറഞ്ഞു കേട്ടോ ഐ ഹാവ് ഡൺ മെനി മിസ്റ്റേക്സ് നീ പറഞ്ഞു മെനി പറയാം പക്ഷെ റോങ്ങിനെ റോങ്സ് പറയില്ല മച്ച് റോങ് ഒരുപാട് തെറ്റ് ചെയ്തു കേട്ടോ അതോർത്തോണം കാരണം റോങ് ഇസ് an uncountable noun. Typically, government makes light of heinous crimes that are cropping up in our country. Yeah, that's it. Great. Even though the policies for development of India is on track, yet the government is making. Avade verum making kodukalaruthi. Avade continuous sense vende. Yet the government is making light of unemployment, poverty, etc. Don't botch a public property. That's great. A good one guard rights a wrong to his members for improving the performance next time. Right a wrong to his alla. തെറ്റ് തിരുത്തുന്ന ടു ഹിസ് എംപ്ലോയീസിന്റെ ആണെങ്കിൽ ഓഫ് എന്ന് കൊടുക്കാം റൈറ്റ് റോങ് ഓഫ് ഹിസ് എംപ്ലോയീസിന്റെ തെറ്റ് തിരുത്തി കൊടുക്കാം അല്ലെ അപ്പൊ ഓഫ് എന്ന് കൊടുക്കാം നോട്ട് ടു എന്ന പ്രൊപ്പോസിഷൻ അവിടെ തെറ്റാ മേക്കിംഗ് ലൈറ്റ് ഓഫ് അവൈലബിൾ എമിലിനോടാണ് മേക്കിംഗ് ലൈറ്റ് ഓഫ് അവൈലബിൾ ടൈംസ് അവസരങ്ങൾ ഷുഡിങ് റിസൺ ടു അത് ടൈം എന്ന് സമയമല്ലല്ലോ അവസരങ്ങളല്ലേ എങ്കിൽ അത് റൈറ്റ് കേട്ടോ ദ മാൻ ഓൾവേസ് ബോച്ചസ് അപ്പ് ദി അഗ്രികൾച്ചർ ഓഫ് നെയ്ബേഴ്സ് ഫാം നെയ്ബേഴ്സ് അപ്പോസ്ട്രോഫി വെച്ച് കൊടുത്തേ that's right yeah don't brush aside your preparations you are on track that's great don't watch up the earth by cutting trees that's great every teachers shiny every de kude either de kude each inde kude singular noun kodukkanam venda nammal eppozhum parayarulla each and every ellathinte kude each aikotte every aikotte either ആയിക്കോട്ടെ neither ആയിക്കോട്ടെ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സാമിന് വരുന്നതോ സ്ഥിരമായിട്ട് വരുന്നതാണ് നമുക്ക് ഇതിലൊരു മാറ്റവും ഇല്ല എപ്പോഴും എക്സാമിന് വരുന്ന ഇവയുടെ കൂടെ നമ്മൾ എന്തായാലും ഉപയോഗിക്കേണ്ടത് ഏതാണ് സിംഗുലർ നൗൺ ആണ് അങ്ങനെ ഒരു മാറ്റവും ഇല്ല ഇനിയിപ്പോ അവരെ നമ്മൾ പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ വരാം അത് കാരണം ഇവരെ അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിറ്റർമിനേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിന് ശേഷം വരുന്ന നൗൺ എപ്പോഴും സിംഗുലർ ആക്കി എവറി ടീച്ചർ എവറി സ്റ്റുഡന്റ് എവറി മാൻ എവറി ഗേൾ എവറി ചൈൽഡ് അങ്ങനെ കൊടുക്കണം സോ റിമെമ്പർ ദാറ്റ് എവറി ടീച്ചർ റൈറ്റ്സ് എ റോങ് ഫോർ ചെക്കിംഗ് നോട്ട്സ് യെസ് it's a nominal meeting don't try to botch it up എന്ന് കൊടുക്കാം കേട്ടോ സുമി a single word is sufficient to botch up entire article madi correct don't try to brush aside your qualities for achieving anything in our life that's great the aspirants are on track great Anju if you make light of the work given by the company you will be brushed aside you may have to right or wrong to get back to work that's great uncle great sentence she tried to get her life back on track after divorce that's great Havamole I defer to you, but this issue should not be made light of. That's great. That's great, Nandisha. You want to be an eloquent speaker? You must brush aside fabricated stories. Okay. Vinu, if you want to be an eloquent speaker, eloquent speaker you must brush aside. That is your responsibility to right or wrong of your son. That's great. Government should implement stringent measures to curb the usage and propagation of drugs as it botches up the future of a country. That's great. That's great. During the appraisal of the exam paper, the teacher brushed aside the minute mistakes. That's great. We are on track as we defer to Rindimam's norms. Stema said, yes. I don't see myself on track. So I need to make me on track. That's great. That's a great sentence. I can't brush aside some habit. Some habit, Harshad, some habits. Habit എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ് നമ്മൾ എപ്പോൾ കൗണ്ടബിൾ നൗണിലൂടെ സം ഉപയോഗിച്ചാലും സം ഹാബിറ്റ്സ് സം പീപ്പിൾ സം മാൻ എന്ന് നമ്മൾ പറയില്ല സം മെൻ സം വിമൻ അല്ലെ സം ബോട്ടിൽസ് സം പെൻസ് സം ലാപ്ടോപ്പ് സം ആർട്ടിക്കിൾസ് അല്ലെ പറയാ സമ്മിന്റെ കൂടെ എപ്പോഴും കൗണ്ടബിൾ നൗണാ വരുന്നെങ്കിൽ പ്ലൂറൽ കൊടുക്കണം അപ്പൊ സം ഹാബിറ്റ്സ് എന്ന് കൊടുക്കണം കേട്ടോ ഐ എം ഷുവർ if I can brush aside it I can improve myself that's great okay അവിടെ ആകെപ്പാടെ ഹാബിറ്റ്സ് കൊടുത്താൽ മാത്രം മതി കേട്ടോ I realized my mistake in the end and decided to right or wrong that's great I'm right or wrong തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ ഇന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അത് സ്പെസിഫിക് ആണ് നിങ്ങൾക്ക് ദ കൊടുക്കാം
I realize my mistake and I am going to right the wrong എന്ന് പറയാം. ആ ഏടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ദ കൊടുക്കാം. എപ്പോഴാ when you make it specific, എപ്പോഴാണെന്നുള്ളത് സ്പെസിഫിക് ആക്കുക. അപ്പൊ ആ റോങ് ഉള്ളത് റൈറ്റ് ആക്കുക കേട്ടോ നന്ദീഷ്. അപ്പൊ നന്ദീഷിന്റെ ഈ സെന്റൻസിൽ ഇവിടെ ആ റോങ്ങിന് പകരം ദ റോങ് കൊടുക്കാം. കാരണം ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. I realize my mistake, മനസ്സിലാക്കി in the end and decided to right the wrong. അവിടെ അത് കറക്റ്റ് ആവുള്ളൂ. റൈറ്റ് ആ റോങ് എന്ന് പറയുമ്പോൾ തെറ്റാ. അവിടെ സ്പെസിഫിക് ആയിട്ട് മിസ്റ്റേക്ക് ഏത് മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. എന്റെ മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കി പറയുന്നുണ്ട്. അതുകൊണ്ട് ദ റോങ് എന്ന് കൊടുക്കണേ. I'm on track and I'll brush aside all my negatives and I will succeed. Agil, great. It's honors of the lawmakers to right wrong of the people as well as politicians. That's great. Since our employees are on track, we can rebound production. That's great. Make a light of something. Make a light of something. A light venda. Make light of something. Make light of something. കേട്ടോ അനുപമ make light of something. എന്താ പറയട്ടെ അനുപമ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ലൈറ്റ് ആയിട്ട് കാണും, ഒരു കാര്യത്തിനെ ലൈറ്റ് ആയിട്ട് കാണും, അതാണ് മേക്ക് ലൈറ്റ് ഓഫ് സംതിങ്. മലയാളത്തിൽ നമ്മൾ പറയില്ല ഒരു കാര്യത്തിനെ നിസ്സാരവൽക്കരിക്കുക, നിസ്സാരമായിട്ട് കാണാം അല്ലെ, വളരെ നിസ്സാരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കാണും. പക്ഷെ സംഭവം സീരിയസ് ആയിരിക്കും, സംഭവം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആ സംഭവത്തിനെ നമ്മളെ നിസ്സാരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അൺഇമ്പോർട്ടന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് മേക്ക് ലൈറ്റ് ഓഫ്. അതായത് അനുപമ ഇപ്പൊ ചോദിച്ചു, ഐ ഡോണ്ട് മേക്ക് ലൈറ്റ് ഓഫ് യുവർ ഡൗട്ട്സ്. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സിനെ നിസ്സാരവൽക്കരിക്കാറില്ല. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ I can proudly say I don't make light of your doubts. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഡൗട്ട്സിനെ ഐ ഡോണ്ട് മേക്ക് ലൈറ്റ് ഓഫ് യുവർ ഡൗട്ട്സ്, നിസ്സാരമായിട്ട് കാണാറില്ല, അൺഇമ്പോർട്ടന്റ് ആയിട്ട് കാണാറില്ല. തിങ്സ് ലൈക്ക് ദാറ്റ്. മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. Planting trees is on track for restoration of the earth. That's great. His New Year resolution was to brush aside the use of drugs. That's great. He botched up every opportunity. എല്ലാ opportunity നശിപ്പിച്ചു. Great. Yes, Nandisha, great. If you defer to him and make light of your goals, then you surely regret for it. You surely regret for it, alla. You will surely regret it. Adhu madi. You will surely regret it. Ketta? You will surely. If you defer to him, if you accept to his opinion and make light of your goals, then you will surely regret it. Adu regret cheyum. Enna cheyda edutha decision regret cheyna. Regret of for it venda. Regret it ennu madi ട്ടോ. Jinu, never make light of the ramification you are going to face. That's great. Don't brush aside the climate changes which affect the entire world. That's great. Making light of the rhetoric delivered by Arathi brushed aside the inherent hindrances. That's great. The reviving activities are on track and the personal will animate the suffering animal. That's great. അല്ലേ, ലൈഫ് കൊടുക്കുവന്നല്ലേ. അപ്പൊ ലൈവിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. Let's move to the next one. അടുത്ത phrasal verb പിടിച്ചോ. Call on. നിങ്ങൾക്കറിയാം അല്ലെ, call on, call at അല്ലെ, call for ഒക്കെ വരാറുണ്ട്. phrasal verb വരാറുള്ള phrasal verb ഓർത്തോണം. Call on എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ ചോദിക്കാം. എസ്പെഷ്യലി നമ്മൾ മിലിറ്ററി ഒക്കെ കോൾ ഓൺ ചെയ്യാന്ന് പറയും. ഹെൽപ്പിന് വേണ്ടി നമ്മൾ ഒഫീഷ്യലി ഒരാളോട് ഹെൽപ്പ് ചോദിക്കാനാണ് കോൾ ഓൺ ഡോക്ടർ. എന്തിനാ, ഒരു അത്യാവശ്യം എമർജൻസി സമയത്ത് നമുക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ വിളിക്കുന്നതിന്, സഹായത്തിന് വേണ്ടി വിളിക്കുന്നതിന് ask for somebody. Ask somebody to do something. Ask for something. Request ചെയ്യുന്നതിനെയാണ് call on എന്ന് പറയുക. എസ്പെഷ്യലി ഒഫീഷ്യൽ റിക്വസ്റ്റ് ഒക്കെയാണ് ഒഫീഷ്യൽ അലി ask somebody to do something എങ്കിൽ call on എന്ന് പറയാം. ഓക്കെ, ഓർത്തോണം. call on എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ask somebody to do something, അതിനെയാണ് call on എന്ന് പറയാം. വരാറുള്ള എക്സാമിന് വരാറുള്ള കാര്യമാണ്, ഓർത്തോണം. അടുത്ത് നോക്കിയാൽ ഹോൾഡ് സംബഡി അക്കൗണ്ടബിൾ. ഒന്നാമത് അക്കൗണ്ടബിളിന്റെ അർത്ഥം, അക്കൗണ്ടബിളിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത് പറയാട്ടോ, ലയബിൾ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ എന്ന് പറയാം. ഒരാളെ ഉത്തരവാദിയാക്കുക. ഹോൾഡ് സംബഡി റെസ്പോൺസിബിൾ. ദാറ്റ് മീൻസ് ബിലീവ് ദാറ്റ് സംബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ സംതിങ്. ഇയാളാണ് ഇതിൽ റെസ്പോൺസിബിൾ എന്ന് നമ്മൾ വിചാരിക്കുവാണെങ്കിൽ യു ഹെൽഡ് ഹിം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഐ ഹെൽഡ് ഹെർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഫെയിലിയർ. ഈ നമ്മുടെ തോൽവിയുടെ കാര്യം, ഈ ഒരു തോൽവിയുടെ കാരണക്കാരി അവളാ എന്ന് ഞാനങ്ങ് ബിലീവ് ചെയ്യണം. That is what hold somebody. If you hold somebody accountable for any fault, that means you believe that person, ഇപ്പൊ നമ്മൾ വിചാരിച്ച ആ person is responsible for that. ആ വിചാരിച്ച കാര്യം, എന്ത് കാര്യമാണ് നടന്നത് അതിന്റെ റെസ്പോൺസിബിലിറ്റി അവരുടെയാണ്. That is holding somebody responsible for something. Okay അല്ലെ, hold somebody responsible or accountable or liable എന്നൊക്കെ പറഞ്ഞ ഒരേ സാധനമാണ്. You believe that somebody is responsible for something. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓൾറെഡി റെസ്പോൺസിബിൾ മീനിങ്, അക്കൗണ്ടബിൾ മീനിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈബിൾ എന്നുള്ള വാക്കിന് മീനിങ് അറിയാം, സെയിം സാധനമാണ്. അങ്ങനെ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിലീവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ അല്ലെ. അടുത്ത ഡൗൺ പ്ലേ ചെയ്യാം. യു നോ വാട്ട് ഡൗൺ പ്ലേ ഈസ്. ഡൗൺ പ്ലേ ചെയ്താൽ നേരത്തെ നമ്മൾ മേക്ക് ലൈറ്റ് ഓഫ് സംതിങ് അല്ലേ, അതിന്റെ ഏറെക്കുറെ മീനിങ് ആണ്, ഓർത്തോണം. മേക്ക് സംതിങ് അപ്പിയർ ലെസ് ഇമ്പോർട്ടന്റ് ദാൻ ഇറ്റ് റിയലി ഈസ്. വെച്ചാൽ
കാര്യത്തിന് അൺഇമ്പോർട്ടന്റ് ആയിട്ട് കാരണം മേക്ക് ലൈറ്റ് ഓഫ് സംതിങ്. അത് അതിന്റെ അതേ സാധനം നമ്മളിപ്പോ പറഞ്ഞ അതേ സാധനത്തിനെ നമ്മൾ ഇഡിയമാണത്. ഡൗൺ പ്ലേസ് എ വേർഡ്, വൺ വേർഡാ ചോദിക്കാറുണ്ട്. എന്താണ് ഡൗൺ പ്ലേ ചെയ്യുക? ഡൗൺ പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യത്തിനെ അതിനെ എന്ത് ചെയ്യാണ്, അതിന് വളരെ പറയാ മേക്ക് സംതിങ് അപ്പിയർ ലെസ് ഇമ്പോർട്ടൻറ്റ്, സീം ലെസ് ഇമ്പോർട്ടൻറ്റ്. അതിന് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളതിനെ ആക്കുകയാണ്, അതിനെ മാറ്റുകയാണ്, അങ്ങനെ ആക്കി മാറ്റുകയാണ് അതിനെ. അതായത് അത് നമ്മളങ്ങ് തീരുമാനിക്കുക, അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, നമ്മളങ്ങ് വരുത്തി തീർക്കുവാണ്. മനസ്സിലായോ? മേക്ക് സംതിങ് അപ്പിയർ ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഇറ്റ് റിയലി ഈസ്. അതിന് ശരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കാണുക, വില കുറച്ച് കാണുക എന്നൊക്കെ പറയില്ലേ, ഇമ്പോർട്ടൻസ് കുറച്ച് കാണും, ഡൗൺ പ്ലേ ചെയ്യുക. That is, make something appear less important than it really is. അതിനാണ് ഡൗൺ പ്ലേ ചെയ്യാന്ന് പറയാം. ഓർത്തോണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വൺസ് അഗൈൻ റിവൈസ് ചെയ്യാം നമുക്ക്. അടുത്ത പുഷ് ത്രൂ. നിങ്ങൾക്ക് പുഷ് ത്രൂ അറിയാലോ, പുഷ് ത്രൂ അറിയാലോ. പുഷ് ബാക്ക്, പോസ്റ്റ്പോൺ ചെയ്യാം. പുഷ് ത്രൂ സക്സീഡ് ഇൻ ഗെറ്റിംഗ് എ ലോ അക്സെപ്റ്റഡ് ക്വിക്ക്ലി. പുഷ് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗൽ ഇതിലൊക്കെ പറയുന്ന ഒരു ടെർമിനോളജിയാണ്. പുഷ് ത്രൂ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു കാര്യം, നിയമപരമായിട്ടൊരു കാര്യത്തിനെ പെട്ടെന്ന് ക്വിക്കായിട്ട് അക്സെപ്റ്റ് ആക്കുവാണ്. ഒരു ലോ, നിയമപരമായിട്ട് ലോ കേട്ടോ, ഒരു നിയമത്തിനെ, ഒരു ബില്ലിനെയൊക്കെ പെട്ടെന്ന് പാസ്സാക്കാൻ വേണ്ടി, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യു ആർ പുഷിംഗ് ത്രൂ സംതിങ് മീൻസ് യു ആർ സക്സീഡിങ് ഇൻ ഗെറ്റിംഗ് എ ലോ അക്സെപ്റ്റഡ് ക്വിക്ക്ലി. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേഗത്തിലുള്ള പരിപാടിയാണ്. ഇറ്റ് ഈസ് യു ആർ പുഷിംഗ് ത്രൂ, യു ആർ മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റ് ഇൻ സക്സീഡിങ് getting a law passed, അല്ലെങ്കിൽ getting a bill passed or getting a law accepted. അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ, ഒരു ലോ അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി അത് നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് നോക്കുവാണ്, അതിന് വേഗം അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ നോക്കുന്നു. ആ ഒരു കാര്യത്തിന് അത് നമ്മൾ വിജയിക്കുകയും ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്, പുഷ് ത്രൂ എന്ന് ഓർത്തോണം കേട്ടോ. അപ്പൊ ഇന്ന് സെന്റൻസിൽ അത് കാണും, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനത് പറഞ്ഞുതരാം കേട്ടോ. Let me see your sentences. Shamas came up with an idea to right a wrong by rehabilitating the culprits by adopting reformative methods, but it botches up among the victims. Among the victims വേണ്ട, it botches up the victims കൊടുത്താൽ മതി കേട്ടോ. ആരതി botches up ന് ശേഷം ഒബ്ജക്റ്റ് കൊടുക്കുക. She brushed aside, അല്ല she brushed aside കൊടുക്കരുത്. She brushed aside അല്ലെങ്കിൽ she brushes aside. She subject singular അല്ലേ, അപ്പൊ verb singular വേണ്ടേ. She brushes aside the little girl who begged her for the food. കേട്ടോ, she brushes aside the little girl who begged her for the food. Okay. Hi Rahim, welcome. Her biased nature always tries to make light of her daughter's studies. That's great. He called on fire force to put out the fire. That's great. അല്ലല്ല, കോളോൺ, അത് നമുക്ക് വരാറുണ്ട്. കോളോൺ അല്ല കേട്ടോ, കോൾ അറ്റ് സമ്മൺ എന്ന് പറഞ്ഞാലാണ് നമുക്ക് കോളോണിന് ആ ഒരു മീനിങ്ങും ഉണ്ട് കേട്ടോ. കോളോണിന് വിസിറ്റ് എന്നുണ്ട്. കോൾ അറ്റ് സമ്മൺ എന്ന് പറഞ്ഞാൽ ബ്രീഫ് വിസിറ്റ്. കോൾ അറ്റ് സംബഡി എന്ന് പറഞ്ഞാൽ ബ്രീഫ് വിസിറ്റ്. കോളോൺ സംബഡി എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ എന്താ പറയാ, ഒരു ഫ്രേസൽ വേർബിന്റെ 4 മീനിങ്ങുകളും ഉണ്ടാകില്ലേ, 4 മീനിങ്ങുകളുണ്ട്. അപ്പോൾ ഇവിടെ കോളോൺ ഒന്ന് ഉപയോഗിച്ചേക്കുന്ന നമ്മൾ ഒരാളോട് ഒഫീഷ്യലായിട്ട് നമ്മളൊരു കാര്യം ആസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. കോളൻ സംബഡി വിസിറ്റ് ചെയ്യാന്നുള്ളത് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, വിസിറ്റ് ചെയ്യാന്നുള്ളതുണ്ട്. പക്ഷെ കോളറ്റ് ആണ് കുറച്ചുകൂടി ബ്രീഫ് വിസിറ്റ് എന്ന് പറയും. കോളറ്റ് സംബഡി എന്ന് വെച്ചാൽ ബ്രീഫ് വിസിറ്റ്. അപ്പോൾ ഒന്ന് ആ ഒരു ഡിഫറൻഷിയേഷൻ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ അതേ മീനിങ് കാണും, എല്ലാത്തിനും ഒരേ മീനിങ് കാണും. ദാറ്റ്സ് റോങ്, അത് നോക്കണം. The Prime Minister called on a ministerial meeting. That's right, that's right. അയ്യോ, അത് കോളോൺ അല്ലല്ലോ, അത് കോളോൺ അല്ലല്ലോ, വിളിച്ചുകൂട്ട അല്ല, അത് വേറെ. അത് കോളറ്റല്ലോ, വേറെ ഒന്നും ഉണ്ട്. വിളിച്ചു കൂട്ടാന്നല്ലേ ഉദ്ദേശിച്ചത്. പ്രൈം മിനിസ്റ്റർ മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്ന് പറയുന്നത് സമൺ ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ലേ, അത് വേറെയാണ് ജിനു, കോളോൺ അല്ല. The chief secretary called on his subordinate to report all files. All right. Manager has called on to complete the project on time. ജിനു ഉദ്ദേശിച്ചത് ഒരു മിനിസ്റ്റർ മീറ്റിംഗിന് വേണ്ടി ചോദിച്ചു, ആ somebody to do something, മിനിസ്റ്റർ മീറ്റിംഗ് അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ്. കോൾ ഓൺ എ മിനിസ്റ്റർ മീറ്റിംഗ്. കോളോൺ ആരെ അത് കൊടുക്കണം, കോളോൺ ആരെ എന്ന് കൊടുക്കണം, കോളോൺ ആരെ എന്ന് കൊടുക്കണം. അതാ പറഞ്ഞത് ഒഫീഷ്യലി ആ somebody to do something എന്നല്ലേ, അതുകൊണ്ട് കൊടുക്കാം. Manager has called on പറഞ്ഞു. Ukraine called on some nations at the time of abysmal situation. That's great. Don't downplay about your future goals. That's great. Our HOD called on us to organize the program. That's great. The only person held accountable for your problems is you. That's great. Downplaying your opponents will result in heavy defeat. Great. Society downplays the education and job opportunities of their daughters. Yes, Amana, great sentence. Downplaying the ability of female held the officials accountable. Okay. ഇനി ഉത്തരം എന്താ?
Accountable for what? Downplaying the ability of female health officials accountable for? I called on my homie at a restaurant and called for his help. അത് called for എന്ന് പറഞ്ഞു necessity, demand, ആവശ്യപ്പെടുക അല്ലെ, need ചെയ്യുക, his help in new adventure. That's great. Call for, demand ചെയ്യുക, necessitate ചെയ്യുക, require ചെയ്യുക, correct ആണ്. My mother holds me as accountable for the quiet my rooms. Okay, that's great. Mr. Jaishankar called on Australian Foreign Minister last week for signing trade-related pacts. That's great. Opposition alleged that government is trying to downplay regarding the Sajid issue. Yes, he held his mother accountable for his becoming a thief. Amla, gerundന്റെ മുൻപിൽ ഒരിക്കലും objective pronoun കൊടുക്കാൻ പറ്റില്ല, possessive adjective കൊടുക്കണം. Becoming അല്ലെ, his becoming a thief, as she didn't corrected him when he did small crimes in childhood. Okay. High Court called on PWD to remove pathos in a road as soon as possible. Great. Don't try to downplay me since I don't need your brownie points to excel here. That's great. Some downplays are harping on for relegating the sober issue. That's great. The Indian Prime Minister called on the Russian President to evacuate Indian people who were studying in Ukraine during Russia-Ukraine war. Yes, correct. അവിടെ റഷ്യയുടെ ക്യാപിറ്റൽ കൊടുക്കാൻ മറക്കല്ലേ, റഷ്യൻ പ്രസിഡന്റ് എപ്പോഴും പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു. Yes, the superiors hold responsible for not attending calls of the company within stipulated time period. That's great. Let's call on police since this is out of hand. Sumi, this is out of hand. Verb this is. Kids hold parents accountable for satisfying their needs. All right. Don't downplay the task he has done successfully. Okay. Okay, that's fine. That's fine. Attapadi Moopan has been trying to downplay the rise of special diseases. All right. Okay. Sayuje SB somebody STH something one. Somebody something in the short form ആട്ടോ SB. ഇത് വെച്ചേക്കാം, ഇത് നിങ്ങൾക്ക് തെറ്റണ്ട. ആർക്കെങ്കിലും അറിയില്ലേ ചോദിക്കണം കേട്ടോ. SB somebody ആണ്, ST something. ഷോർട്ട് ഫോം ആണ് ഇത്, ഒഫീഷ്യൽ ഷോർട്ട് ഫോം ആണ് ഇതിന്റെ. ഡിക്ഷണറി ഒക്കെ തപ്പം നിങ്ങൾക്ക് എപ്പോഴും കാണാം ഇത്. Portugal coach and team members downplay Cristiano. It was a reason botched up their dream. It was a reason that botched up their dream in winning World Cup. Okay അല്ലേ? അപ്പോൾ നമ്മുടെ വൊക്കാബുലറി ക്ലിയർ ആണല്ലോ. അടുത്ത് പഠിച്ചോ. Call on, hold somebody accountable, downplay, push through. Yes, ഇതാണ് നമ്മുടെ phrasal verbs, one words and idioms. Let's move to the words. Vocabulary ലോട്ട് പോകാം. നമുക്ക് കുറച്ച് അധികം vocabulary കൂടി ഉണ്ട്. Let's move. അപ്പോൾ ഇന്ന് നമ്മുടെ ജനുവരി 4-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഫോർ CHSL യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ആണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവര് അപ്ലൈ ചെയ്യുക, എത്രയും വേഗം അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി ആലോചിച്ചുകൊണ്ടിരിക്കരുത്, നമുക്ക് ഉള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യണം. ആൻഡ് ജോലി, ഞാൻ പറഞ്ഞ ഒരുപാട് ജോലി സാധ്യതകൾ മുമ്പിൽ നിൽക്കുമ്പോൾ 4500 വേക്കൻസിയാണ്. ഇനിയും 10 ലക്ഷം വേക്കൻസി ആണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ച് നോക്കിയാൽ 4500 എന്ന് പറഞ്ഞ CHSL വേക്കൻസി നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ അതിലും കൂടുതൽ ഇരട്ടിയാവും. അപ്പോൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാത്തവർ, അപ്ലൈ ചെയ്തവർ എന്തായാലും എക്സാം പോയി എഴുതുക, അതിനൊരു പ്രിപ്പറേഷൻ നടത്തുക. സെൽഫ് സ്റ്റഡി നടത്തുക, സെൽഫ് സ്റ്റഡി ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. കറക്റ്റായിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തി കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അതുപോലെ നമ്മുടെ കോഴ്സ് ഉണ്ട്. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് 5-ാം തീയതി, നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. 2240 രൂപയുള്ള കോഴ്സ് ഫീ, 17% ഡിസ്കൗണ്ടിന് ശേഷം. അപ്പോൾ ഡിസ്കൗണ്ട് വേണ്ടി എന്റെ കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോൾ ഒക്കെ കോഴ്സ് ഉണ്ട്. 2400 രൂപയ്ക്കുള്ളിൽ, എനിക്ക് കൃത്യ എമൗണ്ട് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഡിസ്കൗണ്ടോട് കൂടി അവൈൽ ചെയ്യാൻ പറ്റും ഈ കോഴ്സ്. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അത് 16-ാം തീയതി നമ്മുടെ ക്ലാസ്സിൽ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ISROയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾക്കറിയാം, UDC സ്റ്റെനോ വിളിച്ചിട്ടുണ്ട്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. അതുപോലെ 9-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. ജനുവരി 9-ാം തീയതിക്ക് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് എക്സാംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പല പല ഡ്രീംസുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെല്ലാവരും. എന്നാൽ ആ ഡ്രീംസ് ഒക്കെ പൂർണ്ണമാവുന്ന എപ്പോഴാണ്? നമ്മളൊന്ന് ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആയിക്കൊണ്ട് നമുക്ക് ആ ഡ്രീമിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആ ഡ്രീമിന് വേണ്ടിയിട്ടുള്ള ഇതായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള യാത്ര. യുവർ ജേർണി മസ്റ്റ് അല്ലെ ബി ഫോർ യുവർ ഡെസ്റ്റിനേഷൻ. എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ആ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പദവി, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പൈസ വേണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം.
ഫിനാൻഷ്യൽ ഡിപ്പെൻഡന്റ് ആയ പണി വാളും അല്ല ഇത്ര കാലം നമ്മൾ ഡിപ്പെൻഡ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ലേ. അപ്പം നമ്മുടെ കോഴ്സ് അതിന് വേണ്ടി നിങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് 2400 രൂപയ്ക്കുള്ളിൽ ഈ കോഴ്സ്, എനിക്ക് കൃത്യമായിട്ട് എമൗണ്ട് ഓർമ്മയില്ല കേട്ടോ, ഡിസ്കൗണ്ടിന് ശേഷമുള്ള എമൗണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ 2400 രൂപയ്ക്കുള്ള കോഴ്സ് കിട്ടും. കോഡ് അപ്ലൈ ചെയ്യാം, 17% ഡിസ്കൗണ്ട് കൂടെ അവൈൽ ചെയ്യാം ക്ലാസ്സുകൾ. Y314 Y314 എന്നാണ് എന്റെ കോഡ് കേട്ടോ. യു ക്യാൻ അപ്ലൈ ദാറ്റ് ആൻഡ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. മറക്കാതെ ഇന്ന് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം വെച്ചാൽ നമ്മൾ 11 മണി വരെ ഉണ്ടല്ലോ എന്നൊന്നും ആലോചിക്കേണ്ട. CHS അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യാത്തവർ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് പഠിക്കാം. ദാറ്റ്സ് ഇറ്റ്, ഗോ ഫോർ ഇറ്റ്. അത്രേ ഉള്ളൂ. പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. അല്ലാതെ വേറെ എന്താ നമ്മൾ നോക്കേണ്ടത്? ഇനി അടുത്ത വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കണം. വരാൻ പോകുന്ന എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യാം. കാരണം ഒന്നിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. എപ്പോഴും ഓർത്തോണം അത്. ഓക്കെ, ജോലി കിട്ടി കുറച്ചൊന്ന് പൈസയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലോട്ട് മേഖലയിലോട്ട് പറക്കാന്നേ അല്ലേ. ദാറ്റ്സ് ഇറ്റ്. മൂവിംഗ് ഓൺ പീപ്പിൾ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വൊക്കാബുലറി. ഇന്നത്തെ ആദ്യത്തെ മീനിങ്, വേർഡിന്റെ മീനിങ് നോക്കിയാൽ ഓവർലി. ഓവർ എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. ഓവർ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓവർ. കൂടുതൽ അല്ലെ ആണ്, മോർ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അപ്പൊ ഓവർലി എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം എന്നാ? ടു, ഒരുപാട് അല്ലെ. ഓർ എക്സസീവ്ലി, അൺഡ്യൂലി, ഇനോർഡിനേറ്റ്ലി എന്നൊക്കെ പറയും. സോ ഓവർലി LY ഇട്ട് കൊടുത്തു, അഡ്ജക്റ്റീവിന് LY ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഓവർലി കിട്ടി. ഓവർലി എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ കുറച്ചധികം അല്ലെ, അതാണ്. അപ്പൊ ഓവർലി എന്ന് പറഞ്ഞാൽ എക്സസീവ്ലി, അൺഡ്യൂലി, inordinately, to, that's adverb. Okay, അപ്പൊ overly എന്ന് പറയുന്ന ഒരു adverb ആണ്. ഒരുപാട് എന്നുള്ളതാണ് അർത്ഥം. adverb. Okay, overly attachment. I don't like your overly attachment towards me. ഒരുപാട് attachment വേണ്ട കേട്ടോ, എനിക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല. overly, I don't like his overly intimacy എന്നൊക്കെ പറയില്ലേ സാധനം. ഓവറായിട്ടുള്ള അല്ലെ, ഓവറായിട്ടുള്ള ഇടപെടൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ല. ഓവറായിട്ട് ഇങ്ങോട്ട് ഇടപെടാൻ വരണ്ട അല്ലെ എന്ന് പറയില്ലേ. that is overly. ഓർത്തോണം. അടുത്താണ് deferential. ഡെഫർ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കേട്ടോട്ടോ. ആ ഡെഫറുമായിട്ട് ഒരു ബന്ധവുമില്ല, പോസ്റ്റ്പോൺ എന്നുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വാക്കാണ് ഡിഫറൻഷ്യൽ. ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുൾ. നമ്മൾ ഒരാളോട് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട്, ഭയങ്കര എന്താ പറയാ, ഒരാളോട് റെസ്പെക്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒബ്സിക്വസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് കാണിക്കുക, അല്ലെ ഒരാളുടെ നമ്മൾ എന്താ പറയാ, അവരുടെ നമ്മൾ കുറച്ച് ഒബീഡിയന്റ് ആയിട്ട് പെരുമാറില്ല. അതായത് അവര് പറയുന്ന കാര്യങ്ങൾക്ക് പാലിച്ച് അങ്ങനെ പോകുന്നവരാണെങ്കിൽ ദാറ്റ് ഇസ് ഡിഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ്. ഡിഫറൻഷ്യൽ എന്ന് പറയാം. അഡ്ജക്റ്റീവ് ആണ്. റെസ്പെക്ട്ഫുൾ, ഒബ്സിക്വസ്, ഹംബിൾ. നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര ഡൊസൈലായിട്ട്, ഭയങ്കര എന്താ പറയാ സെർവൈലായിട്ട്, ഒരാളുടെ കീഴിൽ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ ഹംബിൾ ആയിട്ട് നിൽക്കുന്ന, അതിനെയാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. ഓർത്തോണം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അടുത്തറിയാലോ, അപ്ഹോൾഡ് ചെയ്യുക. ഒരു കാര്യം, ഐ ആം ഗോയിങ് ടു അപ്ഹോൾഡ് മൈ ബിലീഫ്സ് ആൻഡ് മൈ കൺവിക്ഷൻസ്. എന്റെ ഒപ്പീനിയൻസും എന്റെ ബിലീഫ്സും ഞാൻ അപ്ഹോൾഡ് ചെയ്യാൻ പോവാണ്. കൺഫേം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻഡോഴ്സ് ചെയ്യുക, ഓർ മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക. രണ്ട് രീതിയിൽ അതിന്റെ അർത്ഥമുണ്ട്. ഒന്ന്, ഗവൺമെന്റ് ഗവൺമെന്റ് അപ്ഹെൽഡ് ചെയ്തു, ഇത് കൺഫേം ചെയ്തു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തു, എൻഡോഴ്സ് ചെയ്തു എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബിലീഫ്സിനെ അപ്ഹോൾഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക, ആ ഒരു അർത്ഥമുണ്ട് അല്ലെ. ഒരു കാര്യത്തിനെ സസ്റ്റെയിൻ ചെയ്ത് പോവുക, കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, പ്രിസർവ് ചെയ്യുക, അതൊക്കെയാണ് അപ്ഹോൾഡിന്റെ അർത്ഥം. ഒരെണ്ണം. മറ്റേ അർത്ഥം തന്നെ സപ്പോർട്ട് ചെയ്യുക, എൻഡോഴ്സ് ചെയ്യുക, കൺഫേം ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ അപ്ഹോൾഡിന് രണ്ടർത്ഥമുണ്ട്, രണ്ട് സെൻസും ഉണ്ട്, ഓർത്ത് വെച്ചോളാം. I hope it is clear, people. അടുത്ത നോക്കാം, his alacrity to enter into contract hold him accountable for financial loss. That's great. Don't downplay your opponent. Yes, അല്ലെ, ഒരിക്കലും ശത്രുവിനെ നമ്മൾ പറയില്ലേ, ഒപ്പോണന്റിനെ എന്താ നിസ്സാരവൽക്കരിക്കരുത്. Ashwini, yes. Okay, corporation is trying to push through new tax reforms. That's great. Group of employees on strike. Jinu, a group of employees are on strike, അല്ലെ, because the company downplays them and treated them, പിന്നെ downplays them and treated them as their servants. കേട്ടോ, കമ്പനി ആയതുകൊണ്ട് their servants അല്ല, its servants കൊടുക്കണം. കമ്പനി അതിന്റെ servants ആയിട്ട് ഒന്ന് പറയാൻ ജിനു. ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, അവിടെ verb missing ആണ്. ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് are on strike, verb, because the company downplays them and treated them as its servants എന്ന് കൊടുക്കുക. കമ്പനിയുടെ servants. their പറ്റില്ല. Don't try to downplay the victim while trial is going on in the court. That's great. ISRO ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ടൈം ഇല്ലില്ല. അശ്വിനി 9-ാം തീയതി ISRO ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അപ്ലൈ ചെയ്തോ കേട്ടോ. His overly eating food leads to അല്ല, leads to. അനുപമ, leads to. past tense ആണെങ്കിൽ led to, LED കേട്ടോ. present tense സിംഗുലർ ആണെങ്കിൽ leads, S വേണം കേട്ടോ. അതെന്താ ശ്രദ്ധിക്കുക, കാരണം overly eating ആണ് അവിടുത്തെ സബ്ജക്ട്, ജെറണ്ട അവിടുത്തെ സബ്ജക്ട്. അപ്പൊ eating എന്ന ജെറണ്ടിന്റെ കൂടെ എന്ത് കൊടുക്കണം, leads കൊടുക്കുക, or past tense led കൊടുക്കുക. to many disease അല്ല, many diseases, രോഗങ്ങൾ. മെനിയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ നോൺ, മെനിയുടെ കൂടെ പ്ലൂറൽ നോൺ ഓൺലി കേട്ടോ അനുപമ. people nowadays spend overly on marriage functions. overly adverb, adjective കൊടുക്കരുത്. അപ്പൊ spend overly,
Spend much. Yes, that's correct. Overly correct. Yes, usage correct. Don't overly intervene in the practical, in the personal affairs of others. Yes, Satyam. He's a differential person among others. Respectful person. Great. Yeah. Students of this campus have a differential attitude towards their dean. That's great. That's great. His Pravi എന്താണ് നമ്മുടെ സബ്ജക്ട് മിസ്സിംഗ് ആണല്ലോ his what has done the crime overly. His ആര് has done. That's why the court took a strong decision against it. He has done ആയിരിക്കും അല്ലെ his അല്ല he has done അങ്ങനെയാണ് correct. Yeah. His differential character struck a chord on the teacher. Great. Children should not overly depend on their parents. Yes, correct. The Supreme Court upheld the demonetization that took place on 8th November 2016. Yes. Ram upholded alla. Amana uphold in the past tense upheld aane. Upheld. UPHELD. V2, V3 upheld aane. Past tense upholded alle. Srodhichu. Hold in the past tense held aane. Srodhikka. When he wasn't, upheld his wife to pursue her dreams. He upheld him when he was in a troublesome situation. That's great. The over contempt of the politician took in the suspension allada suspicion alla suspicion സംശയമാണ് suspicion ആണ് suspension ആണെങ്കിൽ spelling മാറിപ്പോയതാണോ വിനു I don't like the overly attachment of relatives to my parents and coercing them to marry the children. Marry the children alla. Adetta. Ardi marry the children enna kuttiyale kalyanam കഴിക്കുക. കുട്ടികളെ കല്യാണം കഴിക്കല്ല marry off. കുട്ടികളെ കല്യാണം കഴിച്ച് വിടുക. Marry off their children. The meaning മാറിപ്പോയതുണ്ടോ? Marry the children എന്ന് പറഞ്ഞാൽ parents പിള്ളേരെ കല്യാണം കഴിക്കുന്ന അവസ്ഥ. That's wrong അല്ലേ? അതല്ലല്ലോ ആരതി ഉദ്ദേശിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുക അല്ലേ? Marry off the children. കേട്ടോ? What a differential person he is. That's great. He upholds that he will be available for the forthcoming rendezvous. Great. I can't uphold you at cost of my job. That's great. I'm overly depend on. Niti, I'm overly dependent on. Dependent. Our adjective. I am overly dependent on adjective for my studies. Oh, excessively too much. Okay. Self-study ആണ് നിധി എനിക്ക് കുറേ നാളെ നമ്മുടെ സ്റ്റുഡന്റ് ആണ്. The terms and conditions are palpably mentioned in the agreement. That's great. The Council of Ministers upheld to make policies for the tribal people in Kerala. Okay. Differential approach towards a problem will help you to solve it in proper manner. Okay, great. He has a differential personality. Great. Sam Curran was palpably one of the greatest all-rounders in world cricket. See capital letter. You should keep differential appearance in front of the manager. Great. Arun start celebrating. Shan, ഇന്നലെ ഞാൻ ഷാനോട് പറഞ്ഞു സബ്ജക്ട് അനുസരിച്ച് വെർബ് സിംഗുലർ കൊടുത്തേ സബ്ജക്ട് സിംഗുലറാ അരുൺ സിംഗുലർ സബ്ജക്ട് അല്ലേ അപ്പൊ വെർബ് സിംഗുലർ കൊടുത്തേ അരുൺ സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് started celebrating അല്ലെങ്കിൽ past tense കൊടുത്തു Arun started celebrating the victory after upholding the result. Okay, he has done the crime overly. That's why court took a strong decision against him. Okay, that's great. The modality followed by the police to put an end to the palpable issue in the outskirts of the country is differential, respectful, right? Everyone gives value to differential people, not overly active ones. All right, that's great. Okay, doubtful mean okay, suspicious spelling. Oh, suspicious appo kodapilla. Okay, fine. Squandering money overly gradually drag me. Overly gradually വേണ്ട രണ്ടും excessively gradually രണ്ടുകൂടെ it's contradictory പറ്റില്ല ക്ഷമാസന്ധി ഒന്നുകിൽ overly drag me അല്ലെങ്കിൽ gradually drag me ഇതിലൊന്ന് അല്ലെങ്കിൽ squandering ആണ് നീ overly കൊടുത്തേക്കുന്നത് അപ്പൊ ഇവിടെ കൊടുക്കരുത് എങ്ങനെ കൊടുക്കുന്നത് overly squandering money gradually dragged in his present juncture of impasse കേട്ടോ എന്ന് കൊടുക്കണം dragged him to the juncture of impasse അതല്ല നീ ഉദ്ദേശിച്ചത് dragged him to അത് വേണം ക്ഷമാസന്ധി ശ്രദ്ധിച്ചേ overly squandering money gradually dragged him him to present juncture of impasse. Don't uphold his arbitrary nature. His overly arrogance in some situations is the linchpin of all problems. Great. High Court upheld the decision of the lower court while hearing an appeal. While hearing the hearing we must uphold the values of the Constitution. Great. I can't uphold for a sardonic character.
All right. This editorial class upholds me in exam preparations. That's great. I'm glad. I'm so glad. At the palpably. Palpable എന്ന് പറഞ്ഞാൽ നോട്ടിസിബിൾ അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അതിനോട് എൽവ ഇട്ട് കൊടുത്തിട്ട് കിട്ടും അഡ്വേർബ് കിട്ടും അല്ലെ. ക്ലിയർ ആണ് അല്ലെ, ഒബ്വിയസ് ആണ് എന്നൊക്കെ അർത്ഥം. അപ്പൊ നോട്ടിസിബിളി, ക്ലിയർലി, ഒബ്വിയസ്ലി, എവിഡന്റ്ലി എന്നൊക്കെ പറഞ്ഞാണ് പാൽപ്പബിളി എന്ന് വാക്ക്. പാൽപ്പബിൾ ഇസ് എൻ അഡ്ജക്റ്റീവ്, പാൽപ്പബിളി ഇസ് എൻ അഡ്വേർബ്. അറിയാലോ. അടുത്തത് ആർബിട്രറി, പഠിച്ചിട്ടുണ്ട്, ഡെയിലി ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന വാക്കുക. ആർബിട്രറിന് രണ്ടർത്ഥം. ഒന്ന് റാൻഡം, കപ്രീഷ്യസ്, വിംസിക്കൽ എന്നൊക്കെ പറഞ്ഞ സാധനം അഡ്ജക്റ്റീവ്. ആൻഡ് അതർ വൺ ഇസ് ആർബിട്രറി റൂൾ. ഹിസ് ആർബിട്രറി റൂൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ഹിസ് ഡെസ്പോട്ടിക്, എല്ലാവരെയും അടിച്ചമർത്തുന്ന റൂൾ അല്ലെ, ടിറണിക്കൽ റൂൾ, ഡെസ്പോട്ടിക് റൂൾ, അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഒന്ന് റാൻഡം ആയിട്ടുള്ള എന്ന് പറയും, അല്ലെങ്കിൽ കപ്രീഷ്യസ് ആയിട്ടുള്ള, വിംസിക്കൽ ആയിട്ടുള്ള അല്ലെ, പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നുമില്ല, അത് റാൻഡം ആയിട്ടൊരു കാര്യമില്ല, അതിനാണ് ആർബിട്രറി പറയാം. ആർബിട്രറി അപ്രോച്ച്, ആർബിട്രറി മോഷൻ ഒക്കെ പറയാറില്ല നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിക്കാറുണ്ടല്ലേ ആ സാധനം. എന്നാൽ അതേ സമയത്ത് ആർബിട്രറി റൂൾ എന്നൊക്കെ പറഞ്ഞ ഓർത്തോണം, അത് ടിറണിക്കൽ, ഡെസ്പോട്ടിക് എന്നതാണ്. രണ്ടിനും രണ്ടർത്ഥമാണ്, രണ്ടും എക്സാമിന് വരാറുണ്ട്, രണ്ടും യൂസ് ചെയ്യപ്പെടാറുണ്ട്. അത് രണ്ടും ഓർത്തോണം കേട്ടോ. Well, hearing an appeal, that's great. Hearing an appeal, correct ആട്ടോ. The arbitrary involvement of external forces in this probe made it extended. Great sentence, Vinu, great. Moving on, people, അടുത്ത സെറ്റിലോട്ട് പോകാനാണെങ്കിൽ patently, ശ്രദ്ധിക്കാം, നിങ്ങൾക്കറിയാം പേറ്റന്റ് എന്ന് പറഞ്ഞ നൗൺ ഉണ്ട്, പക്ഷെ ഇത് അഡ്വേർബ് ആട്ടോ. പേറ്റന്റ്ലി നൗണിനോട് എൽവായിട്ട് അഡ്വേർബ് കിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, അഡ്ജക്റ്റീവ് കിട്ടും പറഞ്ഞിട്ടില്ലേ. ഇത് പേറ്റന്റ് അഡ്വേർബ് ഉണ്ട് കേട്ടോ, പേറ്റന്റ് ഒരു അഡ്ജക്റ്റീവ് ഉണ്ട് കേട്ടോ. ആ അഡ്ജക്റ്റീവിനോട് എൽവായിട്ട് കൊടുത്തു. പേറ്റന്റ് നൗൺ ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ പേറ്റന്റ് എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. പേറ്റന്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ഞാൻ പേറ്റന്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കേട്ടോ, ആദ്യമായിട്ടാണ്. ഞാൻ പേറ്റന്റ് എന്ന് എനിക്ക് നൗൺ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അതിന്റെ പേറ്റന്റ് എന്ന അഡ്ജക്റ്റീവ് ഉള്ള കാര്യം ഇതുവരെ എനിക്ക് അതിന്റെ ഐ ഡിൻ നോ, എനിക്ക് അറിയില്ലായിരുന്നു ഇതുവരെ, ഇന്ന് രാവിലെ വരെ. അപ്പൊ ഞാൻ പേറ്റന്റ് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ എന്തുകൊണ്ട് പേറ്റന്റ് നൗണിനോട് എൽവായിട്ട് കൊടുത്തപ്പോൾ അഡ്വേർബ് വന്നു ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി പേറ്റന്റ് എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. അപ്പൊ പേറ്റന്റ് എന്ന് പറഞ്ഞ അർത്ഥം അഡ്ജക്റ്റീവിന് ഒന്ന്, പേറ്റന്റ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലേ, അതാണ് പേറ്റന്റ് നൗൺ. പക്ഷെ പേറ്റന്റ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം ക്ലിയർ, എവിഡന്റ്, ഡിസ്റ്റിങ്ക്ട് എന്നാണ് അർത്ഥം. ക്ലിയർ ആയിട്ടുള്ള, മനസ്സിലായി, ഒബ്വിയസ് ആയിട്ടുള്ള, അതാണ് പേറ്റന്റ് എന്നർത്ഥം. ഇറ്റ് ഇസ് പേറ്റന്റ് ഓർ ലുക്ക് അറ്റ് ഇസ് പേറ്റന്റ്, പേറ്റന്റ് ക്ലിയർ, എന്താ പറയാ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇതൊക്കെ പറയില്ല, വളരെ എവിഡന്റ് ആയിട്ടുള്ള അവന്റെ എന്നൊക്കെ പറയില്ല, അത് എവിഡന്റ്, അതാണ് അർത്ഥം. ക്ലിയർ ആയിട്ടുള്ള, ലുക്ക് അറ്റ് ഇസ് പേറ്റന്റ് ക്രൂവൽറ്റി എന്നൊക്കെ പറയാം. പേറ്റന്റ് ക്രൂവൽറ്റി, എവിഡന്റ് ക്രൂവൽറ്റി, ഒരു ഡൗട്ടും ഇല്ല, പുള്ളി അമ്മാതിരി എവിഡന്റ് ആയിട്ട് എല്ലാവരും അത്ര ക്ലിയർ ആയിട്ട് ക്രൂവൽറ്റി ചെയ്യാണ് എന്നൊക്കെ പറയില്ല, അതാണ് പേറ്റന്റ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. അപ്പൊ അൺഡൗട്ടഡ്ലി, വിത്തൗട്ട് എനി ഡൗട്ട് എന്ന അർത്ഥമാണ്, ഓർ എവിഡന്റ്ലി, ഓർ ഡിസ്റ്റിങ്ക്ട്ലി. ഇപ്പൊ നമ്മളോട് പാൽപ്പബിളി സെയിം സാധനം കേട്ടോ, പാൽപ്പബിളി അതേ സാധനമാണേ. ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, രണ്ടും രണ്ട് സാധനമല്ല, ഒരേ സാധനമാണ്, രണ്ടും പക്ഷെ എഴുതണമല്ലോ, പേറ്റന്റ്ലി എന്നുള്ള വാക്ക് എഴുതണമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത് സെപ്പറേറ്റ് ചെയ്തത്. പേറ്റന്റ്ലി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്, ഐ മീൻ അഡ്വേർബ് ആണ്. പേറ്റന്റ്ലി അഡ്വേർബ് ആണ്, പാൽപ്പബിളി അഡ്വേർബ് ആണ് അല്ലെ, അത് ഓർത്തോളാം. സെയിം മീനിങ്, ക്ലിയർലി, എവിഡന്റ്ലി, എല്ലാ സാധനവും ഓർത്തോളാം. അടുത്താണ് എൻഡോഴ്സ്മെന്റ്. കുറച്ചും എൻഡോഴ്സ് ചെയ്യാറുണ്ടല്ലേ, സപ്പോർട്ട് ചെയ്യുക. എൻഡോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട്, ബാക്കിംഗ്. അപ്പൊ എൻഡോഴ്സ് എന്ന് പറയുന്നത് വേർബ്, എൻഡോഴ്സ്മെന്റ് നൗൺ. അപ്പൊ നമ്മൾ കണ്ടിരുന്നു അല്ലെ, എൻഡോഴ്സ് ചെയ്യുക, നമ്മളിപ്പോ നേരത്തെ കണ്ടില്ലേ, എൻഡോഴ്സ് ചെയ്യുക, അപ്ഹോൾഡ് ചെയ്യുക, എൻഡോഴ്സ് ചെയ്യുക. അപ്പോ എൻഡോഴ്സ്മെന്റ് അപ്ഹോൾഡിംഗ് എന്നർത്ഥം വരും. അപ്ഹോൾഡിംഗ്, സപ്പോർട്ട്, ബാക്കിംഗ്, അപ്രൂവൽ എന്നൊക്കെ പറയും എൻഡോഴ്സ്മെന്റ്. ഓക്കെ, അടുത്തോളാം. അടുത്ത എൻറ്റെയിൽ ചെയ്യുക. ഈ എൻറ്റെയിൽ എന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. ഇൻവോൾവ് ചെയ്യുന്ന, കാരണമാകുന്ന, ഇവോക്ക് ചെയ്യുന്ന, നെസസിറ്റേറ്റ് ചെയ്യുന്ന, റിക്വയർ ചെയ്യുന്ന. ഇറ്റ് എൻറ്റെയിൽഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ഇറ്റ് ഇൻവോൾവ്ഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. കേട്ടില്ലേ? എൻറ്റെയിൽ ചെയ്യുന്ന കാരണമാവുക, ഇൻവോൾവ് ചെയ്യുക, റിക്വയർ ചെയ്യുക, ഇവോക്ക് ചെയ്യുക, നെസസിറ്റേറ്റ് ചെയ്യുക. കാരണമാവുക പറയില്ലേ, ഇത് വേണ്ടട്ടോ, ഇത് പ്രശ്നമാണ്. ബിവെയർ, ഇറ്റ് വിൽ എൻറ്റെയിൽ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ശ്രദ്ധിച്ചോണേ, ഇല്ലെങ്കിൽ പണിവാളും, ഒരുപാട് പ്രോബ്ലംസിന് കാരണമാകും. ഇൻവോൾവ് ചെയ്യിപ്പിക്കും, ഇവോക്ക് ചെയ്യും എന്നൊക്കെ പറയില്ലേ, ആ സാധനം എൻറ്റെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വെർബാണ് എൻറ്റെയിൽ. ഓക്കെ, അടുത്ത സൈറ്റ്. അറിയാലോ സൈറ്റ്. സൈറ്റ് പറയുമ്പോൾ മറ്റു വേർബുകൾ മറക്കണ്ട. SIGHT സൈറ്റ് ഉണ്ട്, അതും നൗണും ഉണ്ട്. സൈറ്റ് വിഷൻ എന്ന നൗണും ഉണ്ട്, വേർബും ഉണ്ട് അല്ലെ. വിഷൻ എന്നുണ്ട്, അതുപോലെ തന്നെ കാണുക എന്നുണ്ട് കേട്ടോ. വിഷൻ എന്ന് പറയുന്ന നൗണും ഉണ്ട്, അതുപോലെ തന്നെ സി, കാണുക എന്നുള്ള ഒരു നൗണും ഉണ്ട്. അതുപോലെ തന്നെ മറ്റു സൈറ്റ് നമുക്കറിയാലോ, സൈറ്റ് CIT സൈറ്റ്. മറ്റേ സൈറ്റ് എനിക്ക് ഓർമ്മ വരുന്നല്ലോ, SIT സൈറ്റ്. യെസ്, SIT സൈറ്റ്. യെസ്, വെബ്സൈറ്റിന്റെ സൈറ്റ് ഇല്ലേ, സൈറ്റ്. ലൊക്കേഷൻ സൈറ്റ് ഉണ്ട്. ആൻഡ് അടുത്ത സൈറ്റ്, അതിന്റെ വേർബ് സൈറ്റ് ഇസ് ലൊക്കേറ്റ് ചെയ്യാം, സൈറ്റ് ചെയ്യാം. I cited a spot for our new company to build our new company എന്നൊക്കെ പറഞ്ഞില്ല, സൈറ്റ് ചെയ്തു, ലൊക്കേറ്റ് ചെയ്തു അർത്ഥം കേട്ടോ. ആ സൈറ്റ് ഓർത്തോണേ, രണ്ട് സൈറ്റ് ഓർത്ത് വെച്ചോളാം.
സൈറ്റ് ഈ സൈറ്റ് CIT ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുക ഓർ മെൻഷൻ ചെയ്യുക സജസ്റ്റ് ചെയ്യുക ഓർ ഒരർത്ഥം കൊണ്ടുണ്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക അല്ലെ കമന്റ് ചെയ്യുക പ്രൈസ് ചെയ്യുക എന്നൊക്കെ പറയും. അടുത്തത് ഇൻവാലിഡേറ്റ് ചെയ്യുക. നമ്മളറിയാം നമ്മൾ ഓരോ വാക്കിന്റെ മീനിങ് ആയിട്ട് ഇൻവാലിഡേറ്റ് ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. റിബ്യൂട്ട് അല്ലെ റിബ്യൂക്ക് ചെയ്യുക, റിഫ്യൂട്ട് ചെയ്യുക, നെഗേറ്റ് ചെയ്യുക, അനൽ ചെയ്യുക, ഡിസ്പ്രൂവ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അതാണ് ഇൻവാലിഡേറ്റ് ചെയ്യുക അല്ലെ. ഇൻവാലിഡേറ്റ് വാലിഡ് അല്ലാതാക്കുക അല്ലെ, നോട്ട് വാലിഡ്, അതിനാണ് ഇൻവാലിഡേറ്റ് ചെയ്യുക എന്ന് പറയാം. ദാറ്റ് മീൻസ് വാലിഡേറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. ഇത് ഓർത്തുള്ള വാലിഡേറ്റ് ആക്റ്റീവ് ഇനാക്റ്റീവ് പോലെ അല്ലെ, പ്രിഫിക്സ് ആണ് അല്ലെ. പ്രിഫിക്സ് നെഗറ്റീവ് പ്രിഫിക്സ് വന്നാൽ നെഗറ്റീവ് മീനിങ്. ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ട് വാലിഡേറ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ് മീൻസ് ഡിസ്പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്യുന്നതിന് ഡിസ്പ്രൂവ് ചെയ്യുക, പ്രൂവ് ചെയ്യുക കറക്റ്റ് ആക്കുക, ഡിസ്പ്രൂവ് ചെയ്യുക അല്ല പോലെ അതിൽ റിഫ്യൂട്ട് ചെയ്യുക, നെഗേറ്റ് ചെയ്യുക, നളിഫൈ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. സെയിം മീനിങ് ഓർത്ത് വെച്ചോളാം കേട്ടോ, ഇൻവാലിഡേറ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോളാം. ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. Yeah, we should see overly spending of money in many wedding events. Yes, സത്യം. ഇപ്പോഴും ഈ കഴിഞ്ഞിടയ്ക്കൂടെ ഞാൻ അതേപ്പറ്റി ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചോളൂ. The killer closes victims in arbitrary what? In arbitrary manner. വേണ്ടേ? Arbitrary adjective. ഇന്ന് ഒരു pronoun അല്ലേ, അല്ല preposition അല്ലേ, preposition objective വേണ്ടമല്ല. ശ്രദ്ധിച്ചേ, the killer closes victims in arbitrary manner so no one can find a connection between them. അവിടെ മാനർ എന്ത് കൊടുക്കുക, കാര്യം വെച്ചാൽ ഇന്നെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് വേണം നിർബന്ധം കേട്ടോ. അപ്പൊ അബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതിനോട് നൗൺ കൊടുക്കണം ഉറപ്പായിട്ടും. ഇറ്റ് ഇസ് പാൽപബിളി വിസിബിൾ ദാറ്റ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ അണ്ടർ കൺട്രോൾ ഓഫ് റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്. യെസ്, the arbitrary rules made by the management toward the students aggressive. Great, Amana. Justice B.V. Nagaratna's verdict disagreeing with the majority verdict upholding the demonetization is palpable, is clear. Yes, deferential attitude made him great. That's great. It is palpable that the arbitrary decisions made by the adversary is abominable. Yes, abominable. Brain drain is in the country palpably shows the unemployment. Yeah, shows the unemployment rate in our country. That makes it a little more clear. Shows the unemployment വേണ്ട, shows unemployment കൊടുത്താൽ മതി. ദ വിട്ടുകളെ അല്ലെങ്കിൽ ദ കൊടുക്കുവാണെങ്കിൽ shows the unemployment rates in our country എന്ന് കൊടുത്താൽ കംപ്ലീറ്റ് ആവും. ദ വേണമെങ്കിൽ, ഇനി ദ ഇല്ലെങ്കിൽ ദ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഇത് ബ്രെയിൻ ഡ്രെയിൻ ഇൻ ദ കൺട്രി പാൽപബ്ലി ഷോവും പറ്റില്ല, ഷോസ് കൊടുക്കണം കേട്ടോ. ബ്രെയിൻ ഡ്രെയിൻ ഇൻ ദ കൺട്രി. സോ ബ്രെയിൻ ഡ്രെയിൻ ആണ് സബ്ജക്ട്. അപ്പൊ സിംഗുലർ വേർബ് കൊടുത്തേ ബ്രെയിൻ ഡ്രെയിൻ ഇൻ ദ കൺട്രി പാൽപബ്ലി ഷോസ് അൺഎംപ്ലോയ്മെന്റ് എന്ന് കൊടുക്കാം. My friend patently presented her research work. That's great. I can explain the facts patently because I am the sole witness in the case. That's great. Patently, palpably same. His endorsement for my business plan surprised me. That's great. Demonetization was an arbitrary decision that botched up the life of the poor. Great. He's patently the culprit. Clearly. Her haste has increased palpably after being constant on attending the mock tests. I cite you not to entail in the issue. You will regret it later. Great. Endorsement of the family is very important in our life and career. That's great. I can patently say that he was entailed in this crime, but none of the media cited his name. BJP partisans are in prospect that the BJP government will patently take over the spearhead of India in the forthcoming election. Your login credentials are invalid. Great. Endorsement is patent while you seek Joe for help. Endorsement for her parents needs for അവിടെ പ്രശ്നമുണ്ട്. needs for അല്ല, അങ്ങനെ endorsement of her parents are needed for doing is needed. അവളുടെ പേരൻസിന്റെ എൻഡോഴ്സ്മെന്റ് വേണം. അത് പാസീവ് വോയിസ് ഷൈനി, അവിടെയാണ് പ്രശ്നം. എൻഡോഴ്സ്മെന്റ് ഓഫ് her parents is needed for doing new business എന്ന് കൊടുക്കട്ടോ. The endorsement of the new laws helps എമിലെ endorsement ആണ് അവിടുത്തെ സബ്ജക്ട്. അപ്പോൾ വെർബ് helps കൊടുത്തേ to introduce crimes. It is patently clear that Sagittarian's return to leading party's cabinet is entailing a tussle between governor and government. Yes, citing a wrong case law before the court makes a lot of conundrum. Yeah, that's okay. The parliament invalidated the new rule. All right. We must not forget the endorsement provided by Rintu ma'am is bolstering our vocabulary. Oh my God, that's great. The court patently endorsed his entailment in the crime. That's great. Owing to the lack of entailed evidence, the court ruled out the accusation of the perpetrator. KP കുട്ടൻ, അതെ, എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, നീയല്ലേ വരാത്തത്? കഴിഞ്ഞ വർഷം കണ്ടത് അത് തന്നെ. കഴിഞ്ഞ വർഷം കണ്ട ഒരു വർഷമായി നമ്മൾ കണ്ടിട്ടല്ലേ? എന്താണ് KP കുട്ട? Newspaper has announced its political endorsements. That's great. Court invalidated the profession of law because it was inconsistent with our constitution.
There is allegedly little endorsement for startups in Kerala. Yes, Arati was exculpated from the court when prosecutor invalidated the witnesses she produced before the court of law. Okay, ഇത് ആരതിക്കിട്ട് തന്നെയാണല്ലോ. No matter in earning money overly. No matter in earning. No matter എന്ന് പറയില്ല. No matter what you do. അങ്ങനെ no matter കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അതൊരു phrase ആട്ടോ. No matter കഴിഞ്ഞിട്ട് നമ്മൾ ആ phrase ആ കൊടുക്കണ്ടേ. അവിടെ പിന്നെ ഇൻ ഏർണിംഗ് മണി എന്ന് കൊടുക്കുന്നത് അവിടെ സെന്റൻസ് ആയിട്ടില്ലല്ലോ ഹർഷത്, അവിടെ സെന്റൻസ് ഇസ് മിസ്സിംഗ്, എന്തോ പ്രശ്നമുണ്ട്. അവിടുത്തെ ക്ലോസ് ഒരു വെർബ് സബ്ജക്ട് ആൻഡ് വെർബ് കോമ്പിനേഷൻ വന്നാലേ അത് മീനിങ് ഫുൾ ആവുള്ളൂ. If it is insufficient, earn your needs. If it is insufficient, comma, earn your needs. If it is insufficient to earn your needs. If it is insufficient to earn your needs, you had better to be Allah. You had better be a mega. You had better be to be Allah. You had better be. Had better no eppozhum bare infinitive. V1 ഉപയോഗിക്കുന്നത് bare infinitive. Verb അല്ല bare infinitive. It's better not to entail in the case. Your reputation will be damaged. Wait. Police patently concluded that the culprit murdered the victim to steal the ornaments. Don't entail in unnecessary matters. You can't entail into my life anymore. Great. The arbitrary involvement of politicians invalidated evidence in this probe. Great. Escalation of COVID cases in China is a patent failure of the government's vaccination strategy. Great. Shamas invalidated the back by citing the existing lacuna in it. Yeah. Ramika Sen endorsed additional cadre to execute Rocky. Oh God. Rocky by the way. The political party's endorsement in this case is palpable. Great. Moving on to the Unearthia. Earthia no na kulichida. Unearthia kulichedukka. Dig up, excavate, exhume, disenter. അല്ലെ unearth. ഈ നമ്മൾ പറയില്ലേ നമ്മുടെ ഒരുപാട് കോൺസ്പിറസി ഉണ്ട്, അതൊക്കെ ഒന്ന് unearth ചെയ്യാം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് കൊണ്ടുവരണം അല്ലെ. unearth ചെയ്യാം. That means dig up, excavate, exhume, disinter. അതിനെയാണ് unearth എന്ന് പറയുന്നത്. അടുത്ത hoarded. ഈ hoarded എന്ന് പറയുന്നത് hoard ചെയ്യുക is a verb. അതിന്റെ adjective ആണ് hoarded. അപ്പൊ hoard ചെയ്യാന്നുള്ള verb ഞാൻ ഇവിടെ എഴുതി വെക്കാനേ, കാരണം വെച്ചാൽ നിർബന്ധമായിട്ട് ഇത് ഓർത്തിരിക്കേണ്ടത്. hoard ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ verb ആയിട്ട് പറയും. നമ്മൾ ഒരു കാര്യത്തിനെ accumulate ചെയ്ത് വെക്കുക എന്ന് പറയും, കൂട്ടി വെക്കുക, പൈൽ ചെയ്ത് വെക്കുക, പൈലപ്പ് ചെയ്യുക, അതാണ് accumulate, hoard ചെയ്യുക. എന്നാൽ അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറെ വാക്കുണ്ട്, HOARD, hoard. ഇതൊരു നൗണാ, കളക്ട് നൗണാ. hoard എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ക്രൗഡ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനാണ് ക്രൗഡ് എന്നർത്ഥം. അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഹോഡ് ഒരു കളക്റ്റീവ് നൗൺ ആണ്, കളക്റ്റീവ് നൗൺ ഫോർ പീപ്പിൾ. ആൾക്കാരുടെ കൂട്ടത്തിന് ഹോഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ രണ്ടും തമ്മിൽ മാറിപ്പോകുന്ന ഓർക്കണം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഓർത്ത് വെച്ചാൽ ഹോഡ്. അതുകൊണ്ട് ഇനി ഹോഡ് ഇവിടെ എഴുതി. ഹോഡിന്റെ അടുത്ത ഒബ്ജക്റ്റീവ് ആണ് അക്യുമുലേറ്റഡ്, ഹിഡൻ, സ്റ്റോക്ഡ്, പൈൽഡ് അപ്പ് ഒക്കെ പറയും, അതാണ് ഹോഡ്. അടുത്ത നെക്സസ്. നെക്സസ് എന്നാണ് പറഞ്ഞപ്പോൾ ഞാനൊരു കമ്പനി പറഞ്ഞത് പേരല്ലേ, നെക്സസ്. നെക്സസ് മീൻസ് കണക്ഷൻ, ലിങ്ക് ഓഫ് ദ ലിങ്ക് അല്ലെ പറഞ്ഞു. ലിങ്ക്, ടൈ, ബോണ്ട്, കോർ, സെന്റർ അങ്ങനെയാണ് നെക്സസ് എന്ന വാക്കിന്റെ അർത്ഥം. കണക്ഷൻ എന്നർത്ഥം. ദർ ഇസ് എ നെക്സസ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് എന്നൊക്കെ പറയുന്നില്ല ആ സാധനം. അടുത്ത ഇൻട്രൂസീവ്. ഇൻട്രൂഷൻ അറിയില്ല, ഇൻട്രൂഡ് ചെയ്യുക verb ആണ്. ഇൻട്രൂസീവ് adjective കേട്ടോ. ഇൻട്രൂഡ് ചെയ്യുക is verb, intrusion is noun അല്ലെ. ഇൻട്രൂസീവ് adjective. സോ ഇൻട്രൂഡ് ചെയ്യുക മീൻസ് ഒരു കാര്യത്തിൽ ഇടപെടുക, മുട്ട കണ്ട ഇടപെടില്ല ആ സാധനം, ഇന്ററപ്റ്റ് ചെയ്യാം, ഇൻവേഡ് ചെയ്യാതൊക്കെ. സോ ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ ഇൻവേസീവ്, ഇടയ്ക്ക് ഇടപെടുന്നു. ഇന്ററാപ്റ്റിംഗ്, മെഡ്ലിംഗ്, അതിനാണ് ഇൻട്രൂസീവ് എന്ന് പറയുന്നത്. ഇൻട്രൂസീവ് നേച്ചർ, ചിലരുടെ ഇൻട്രൂസീവ് നേച്ചർ ഒക്കെ നമ്മൾ പറയാറുണ്ട് ആ സാധനം. അഡ്ജക്റ്റീവ് ആണേ ഓർത്തോണം. അടുത്ത അഡ്വേഴ്സ്. അഡ്വേഴ്സ് പറയുമ്പോൾ ഓർത്തോണം ഇറ്റ്സ് അഡ്ജക്റ്റീവ്. അഡ്വേഴ്സറി ഉണ്ട്, അഡ്വേഴ്സിറ്റി ഉണ്ട്, ഓർത്തോണം. അഡ്വേഴ്സ് എന്ന് പറയുന്നതിന്റെ നൗൺ ഫോർമുലേഷനിൽ നിങ്ങൾക്ക് പറയാം അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോബ്ലം, ഇൻ ട്രബിൾ. അഡ്വേഴ്സിറ്റി ഒരു പ്രോബ്ലം ആണ്, ട്രബിൾ ആണ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്, പ്രെഡിക്കമെന്റ് ആണ്, അതാണ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ആയിട്ടുള്ളത് അല്ലെ, ഹാർംഫുൾ ആയിട്ടുള്ളത്, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളത്, ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, ദുരന്തമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, കറ്റസ്ട്രോഫിക്കൽ, അതിനൊക്കെയാണ് നമ്മൾ അഡ്വേഴ്സ് എന്ന് പറയാം. അഡ്വേഴ്സറി ഈസ് ഡിഫറെന്റ് കേട്ടോ. ഇത് ഒരുപാട് തവണ എക്സാമിന് വരാറുണ്ട്. അഡ്വേഴ്സിറ്റി, അഡ്വേഴ്സറി ഒക്കെ വേറെ. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ഒപ്പോണന്റ് ആണ് അല്ലെ, നമ്മുടെ എതിരാളി, ദാറ്റ് ഈസ് അഡ്വേഴ്സറി. ഒപ്പോണന്റ്, റൈവൽ എന്നൊക്കെ പറയും. അഡ്വേഴ്സറി നൗൺ ആണ്, അഡ്വേഴ്സിറ്റി നൗൺ ആണ്. സോ ഓർത്തോണം, ഇതൊക്കെ നെഗറ്റീവ് വാക്കുകളാണ് കേട്ടോ. ഒപ്പോണന്റ് അല്ലെങ്കിൽ റൈവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് അഡ്വേഴ്സറി എന്ന് പറയാം. ഓർത്തോണേ, ഇത് ഒരുപാട് വേർഡ്സ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് റിലേറ്റഡ് വേർഡ്സ് ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എക്സാമിന്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ സെന്റൻസ് മേക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ പോവാട്ടോ. അറിയില്ലാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പോകണം. ദാറ്റ്സ് ഇറ്റ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ, അതുപോലെ തന്നെ ഹാർംഫുൾ, അൺഫോർച്ചുനേറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോളാം. ഓക്കെ,
സമയം പോയല്ലോ പിള്ളേരെ, നമുക്ക് വേഗം വേഗം പോലെ. Yeah, let's see. Yeah, the candidates entailed to submit necessary documents for the recruitment. Yes, you should unearth your talents. Great. He tried to unearth. Two വേണം. Tried കൂടെ two ആണ് വേണം കേട്ടോ. He tried to unearth. He tried കൊടുക്കുക. He singular subject അല്ലേ വേണ്ടേ? Subject singular അല്ലേ പ്രവി? അപ്പൊ singular verb വേണ്ടേ? He tries to unearth the hidden agenda behind it. Alright. When I unearthed the land, I got a treasure. Later, I came to know that it was a prank by my friends. Great. The court invalidated the cases against the culprit due to his circumstances. Corruption made by the politicians should unearth the cops. Should unearth the cops alla Niti. Corruption made by the politicians should be unearthed. Adu dig up cheyanam. Police dig up cheyanam. Adalla udeshikkunne. Appo engane kodukkanam? Corruption made by the politicians should be unearthed. അവിടെ എന്താ വേണ്ടത്? പാസീവ് വോയിസ് അല്ലേ? ഷുഡ് ബി അണേർത്ത്. കറപ്ഷനെ അണേർത്ത് പുറത്തോട്ട് കൊണ്ടുവരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷുഡ് ബി അണേർത്ത്ഡ് കൊടുക്കണം കേട്ടോ. ഷുഡ് ബി അൺഎർത്ത്ഡ്. Okay. When the nexus become bad, it is better to stop that relationship. All right. ED works in tandem with CBI to unearth the black money of Shamas. That's great. Oh God. Don't you know the adverse effects of drinking? That's great. She had a good nexus. She had a best Braila. She had a good nexus with all the friends. Good. കേട്ടോ, അവിടെ ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ആയിരുന്നു മാത്രം. അങ്ങനെ അതിന്റെ സൂപ്പർലേറ്റീവിന് പോസിറ്റീവ് ഡിഗ്രി കൊടുക്കുക, ഗുഡ് കൊടുക്കുക കേട്ടോ. ഗുഡ് നെക്സസ് വിത്ത് ഓൾ ഓഫ് ഫ്രണ്ട്സ് until she got committed in a toxic relationship. All right. People hoarded items to avoid shortage of goods during the flood. Yes, it is patently showing that entailing youngsters for doing the job without lazy what? Lazy manner, lazy behavior. Laziness എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ noun without laziness, മടി കൂടാതെ. Lazy is adjective. Noun ആണ് വേണമെങ്കിൽ ഷൈനി laziness എന്ന് കൊടുക്കണം, which increases GDP of the countries. Okay. US gives a strong endorsement to Ukraine by supplying precision making weapons in the Ukraine-Russia conflict. Great. The archaeology group of India unearth alla Shan archaeology group singular alle unearths or unearths കൊടുക്കുക, അല്ലെങ്കിൽ unearthed കൊടുക്കുക, past tense കൊടുക്കുക, or singular subject and singular order. Weapons recently. Police and government personnel collectively gathered okay. Police and ആരെ gather ചെയ്തു? gather ഒരു transitive verb. അപ്പോൾ വിനു gather ചെയ്യപ്പെട്ടു എന്നാണെങ്കിൽ ഇങ്ങനെ വരാം. Police and government personnel are collectively gathered passive are collectively gathered to unearth the statue of the undisputed legend. കേട്ടോ, എന്ത് ഗ്യാദർ ചെയ്തു എന്ന് വരും, ഒബ്ജക്റ്റ് വരും, ട്രാൻസിറ്റീവ് ആകുമ്പോൾ. അപ്പൊ അതിനെ പാസീവ് ആക്കി കൊടുക്കുക, ആർ ഗ്യാദർ കൊടുക്കുക കേട്ടോ. Unearthing the corpses by the same person who earthed it was a brilliant idea of the girl who incurred a huge loss. All right. We should be aware. Aware adjective ആണ് കേട്ടോ. അവിടെ വെർബ് വേണ്ടേ? ഷമാസെ പോട്ടെ, ഹർഷദ് ഷമാസ് അല്ല, ഷമാസ് തൊട്ട് പോയിച്ചോണ്ടാണ്. ഹർഷദ് we should in model auxiliary verb. അതിന്റെ മെയിൻ verb ഏതാ? V1 വേണ്ടേ? We should be aware of where we shouldn't aware. We should be aware of the place where we shouldn't entail എന്ന് കൊടുക്കണം. കാര്യം അവെയിൽ ഓഫ് എന്ന് തന്നെ, അവെയർ ഓഫ് എന്ന് നമ്മൾ കൊടുക്കുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിലൂടെ ശേഷം ഒബ്ജക്റ്റ് വരണം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Rajamanikam intruded for the problem faced by his family. All right. The excessively intrusive nature of the British resident adversely affected the administration of Travancore, which forced Veluthumbi Dalawa to issue the famous Kundra proclamation. Yes. All right. Faced. Okay. Problem faced. അത് മനസ്സിലായി. ഞാൻ faced ഈ മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി. The decision was adverse to the minor, so the court tried to protect the interest of minor. All right. Food items were hoarded in the godown. All right. He seeks the heed of everyone after figuring out the hoarded communities. Great. That place is nexus of all crime. All crime alla, all crimes. Asparagus, all crimes. All എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ countable noun ആ കൊടുക്കുന്നത്. നിങ്ങൾ plural കൊടുക്കണം കേട്ടോ. All crimes, all people, all men, all parties. കേട്ടോ. Nexus between Raju and Radha are quite interesting. Yes. It is very disappointing that many children in India are forcefully entailed in unearthing Micah. All right. He tried to unearth the hidden agenda behind the problem that causes death. That's great. Although unearthing of crimes which he endorsed adversely affected his career. All right. Although he faced adverse situations in life,
Yet he was able to have success in his life. Okay, smoking will adversely affect our body. Yes, the unfair nexus of the perpetrator is turned out to be an adverse verdict from the court. All right. Sorry. Then the unfair nexus of the perpetrator. Then the probe team unearthed the nexus between the culprits. Great. Nexus among victims was identify the police. Great. Patently behavior of him in front of the court challenged the police to unearth the secret behind the murder. Great. Great work. Moving on. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഇന്നാണ് പറയാലോ. എന്റെ 4ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ നടക്കട്ടെ. അതല്ല നിങ്ങളെ കൊണ്ട് കൂട്ടിയ കൂടുതൽ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പുതിയ പാറ്റേണിൽ പോകണം. SCRT നമ്മുടെ ഓരോ സെഷൻ വൈസ് സെഷൻ ചാപ്റ്റർ വൈസ് പഠിച്ചു പോകണം. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സ് 11ാം തീയതി ആരംഭിക്കാണ്. Y314 എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. CPO വിമൻ CPO വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ജനുവരി 19ാം തീയതി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. +2 പ്രിലിംസ് ആണ് 20 മാർക്ക്. ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും +2 പ്രിലിംസ് എക്സാം വരുമ്പോൾ CPO ഒക്കെ +2 ലെവൽ എക്സാം ആണ്. 20 മാർക്ക് ഇംഗ്ലീഷ്. നല്ല ഹൈ ലെവൽ ക്വസ്റ്റൻസ് ആണ് ഇംഗ്ലീഷിന് വരുന്നത്. അതായത് ഹൈ ലെവൽ ഇൻ സെൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റൻസിന് വായിച്ചു നോക്കിയാൽ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പഠിക്കണം. അപ്പൊ അതനുസരിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് കൃത്യമായ കോച്ചിങ്, ഇംഗ്ലീഷ് മാത്രം എല്ലാത്തിനും കോച്ചിങ് ഉണ്ട്. ഇംഗ്ലീഷ് ഞാൻ എടുത്ത് എന്റെ വിഷയം പറഞ്ഞതേ ഉള്ളൂ. കോച്ചിങ്ങുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. Y314 എന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ മഹാപാക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒരുപാട് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി മെഗാ പാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് എടുത്താൽ മതി കേട്ടോ. അതെടുത്താൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് 4000 സംതിങ്ങിനുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. Y314 എന്ന കോഡ് ഉപയോഗിച്ച് എല്ലാ കോഴ്സുകളും ഒറ്റയടിക്ക് ടെസ്റ്റ് സീരീസും എല്ലാ കോഴ്സും കൂടെ ഒരുമിച്ച് ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ കോഴ്സുകളും ഇനി അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുകയും ചെയ്യും കേട്ടോ. അത് ഓർത്തോളാം. അപ്പം എന്തെങ്കിലും പ്രീമിയം കോഴ്സുകൾ ഒഴിച്ച് ബാക്കിയാണ് UPSCയുടെ ബാച്ച് കിട്ടൂല. UPSCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കിട്ടൂല, കാരണം അത് പ്രീമിയം കോഴ്സ് ആണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. തവണ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി LGS വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ജനുവരി 2ാം തീയതി മിനിഞ്ഞാന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2400 രൂപയ്ക്കുള്ള കോഴ്സ് കിട്ടും. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വരിക, ജോയിൻ ചെയ്യാം. മറക്കണ്ട, വിൽ ബി ദർ ടു ഹെൽപ്പ് യു ഔട്ട്. ലോങ് ബാച്ച് ആണ് കേട്ടോ. Y314 എന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പൊ ക്ലാസ്സിൽ കാണാം. നമുക്ക് നോക്കാം. അടുത്ത് നോക്കിക്കും. ആന്റിസിപ്പേറ്റ് എന്ന വാക്ക് പരിചയമുള്ള വാക്കല്ലേ, വെർബ്. ആന്റിസിപ്പേറ്റ് എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക, എക്സ്പെക്ട് ചെയ്യുക, ഫോർസീ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, അതുപോലെ പ്രൊഫസി. അതാണ് ആന്റിസിപ്പേറ്റ്. ഞാൻ ഇനി സെന്റൻസ് വായിക്കുന്നില്ല കേട്ടോ. സെന്റൻസ് ഇനി വായിക്കുന്നില്ല. അപ്പൊ ഇനി നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യേണ്ട തൽക്കാലത്തേക്ക് നമുക്ക് വേഗം നോക്കാം. സമയം ഓൾറെഡി നമുക്ക് ആർട്ടിക്കിൾ വായിച്ചേ പറ്റുള്ളൂ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ അബൌട്ട് ഡിമോണിറ്റൈസേഷൻ. അതുകൊണ്ട് ഞാൻ ആർട്ടിക്കിളിലോട്ട് പോകണം നേരെ തന്നെ. അടുത്ത് നോക്കി റൂയിനസ്. റൂയിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് ആണ്, നാശം വരുത്തുന്ന, ഡിസ്ട്രാക്റ്റീവ്. റൂയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണും വെർബുമായിട്ട് ഉപയോഗിക്കില്ലേ. അപ്പൊ റൂയിനസ് എന്ന് പറഞ്ഞാൽ ഡിസാസ്ട്രസ്, ഡിസ്ട്രാക്റ്റീവ്, കാറ്റസ്ട്രോഫിക് എന്നർത്ഥം അല്ലെ. നാശം വിതയ്ക്കുന്ന, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ളതാണ്. അടുത്ത റാപ്പ്, നൗൺ ആയിട്ട് വെർബായിട്ട് ഉപയോഗിക്കും. റാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിറ്റ്, ബ്ലോ, നോക്ക്, ഒരു തിരിച്ചടി എന്നൊക്കെ പറയില്ല, ആ സാധനം അടി കിട്ടി എന്നുള്ള അർത്ഥം. സ്ട്രൈക്ക് ചെയ്യുക, അടിക്കുക, ബാഷ്, ബാങ് ഒക്കെ അർത്ഥമുണ്ട്. പിന്നെ റാപ്പ് വേറെ ഉണ്ട്, മ്യൂസിക് റാപ്പ് ഇല്ലേ, ആ റാപ്പ് വേറെയാണ്. അല്ലാതെ റാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്, ഓർത്തോണം കേട്ടോ. ഇംപീച്ച് ചെയ്യുക അറിയാലോ, ഇൻഡിക്റ്റ് ചെയ്യുക, ചാർജ് ചെയ്യുക, അക്യൂസ് ചെയ്യുക. ഒരാൾ നമ്മൾ ഇംപീച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപീച്ച്മെന്റ് അറിയാലോ, നൗൺ ഉണ്ട് ഇംപീച്ച്മെന്റ്, ഓർത്തോണം. അപ്പൊ ഇംപീച്ച് ചെയ്യുക വേർബാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇൻഡിക്റ്റ് ചെയ്യുക, ചാർജ് ചെയ്യുക, അക്യൂസ് ചെയ്യുക അല്ലെ, കുറ്റം ചുമത്തുക. കൺസീഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? കൺസീഡിന് രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് അഡ്മിറ്റ് ചെയ്യുക, അക്നോളജ്, അക്സെപ്റ്റ് ചെയ്യുക. ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുക, ഇത് കുറ്റം സമ്മതിക്കുക, അവസാനം കുറ്റസമ്മതം നടത്തുക, അക്നോളജ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അതിനാണ് കൺസീഡ് ചെയ്യാന്ന് പറയാം. ഓക്കെ. അല്ലാതെ കൺസീഡിന് ഒരർത്ഥം കൊണ്ടുണ്ട്, സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ഈൽഡ് ചെയ്യുക. അടിയറവ് പറയില്ലേ, ഈൽഡ് ചെയ്യുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്നൊരർത്ഥം കൺസീഡിനുണ്ട്, ഓർത്തോണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി സെന്റൻസ് വായിക്കുന്നില്ല, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. സെന്റൻസ് ഞാൻ വായിക്കുന്നില്ല, സോ സോറി ഫോർ ദാറ്റ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആർട്ടിക്കിൾ വായിക്കണം. ആർട്ടിക്കിൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സമയം ഓൾറെഡി ഇപ്പൊ ലേറ്റ് ആയി, നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ വായിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ കിട്ടുകയല്ല, അതുകൊണ്ടാണ്. ലെറ്റ്സ് മൂവ്. അപ്പൊ മനസ്സിലാക്കി എല്ലാവരും ഒരു തംസ് അപ്പ്. അതുപോലെ വീഡിയോ കണ്ടുകൊടുക്കുന്ന എല്ലാവരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. പകുതി പേര് പോലും ലൈക്ക് ഇട്ടിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ഇങ്ങനെയാണോ പിള്ളേരെ സ്നേഹം? ലെറ്റ്സ് മൂവ്. ഓവർലി ഡെഫറൻഷ്യൽ, ഓവർലി റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഓവർലി ഒബീഡിയന്റ് ആയിട്ടുള്ള, ഓവർലി റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് കൂടുതലല്ലേ എന്നാണ്. എന്താണെന്ന് നോക്കാം. While upholding demonetization, SC failed to hold government accountable. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡിമോണിറ്റൈസേഷനെ കൺഫേം ചെയ്യാൻ വേണ്ടി പോയപ്പോ, അപ്ഹോൾഡ് ചെയ്യാൻ പോയപ്പോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പോയപ്പോ സുപ്രീം കോടതി എന്താ പറ്റി? ഗവൺമെന്റ് ആണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഫെയിൽ ടു ഹോൾഡ്, അത് അവരാണ് റെസ്പോൺസിബിൾ എന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വന്നു. അതിനെ പറ്റിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ ഡിമോണിറ്റൈസേഷനെ പറ്റി ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ.
It is an oft-repeated judicial view that courts must defer to the elected government's judgment in matters of economic and social policy. Their interventions are usually limited to instances where executive decisions are palpably arbitrary or patently illegal. In this backdrop, it is no surprise that 4 of the 5 judges on a constitutional bench of Supreme Court deferred to the government's wisdom in dramatically announcing the move on November 8, 2016 to demonetize all 500 rupee and 1000 rupee notes that were then in circulation. Often എന്ന് പറയുന്നത് ഒരു ആർക്കൈവ് യൂസ് പണ്ടത്തെ ഇപ്പൊ ഉപയോഗിക്കാറില്ല കേട്ടോ. ഓഫന്റെ ഷോർട്ട് ഫോം ആണ് ഓഫ്റ്റ് കേട്ടോ. ഓഫന്റെ ഷോർട്ട് ഫോം ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെ. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ റിവ്യൂ നടക്കാറുണ്ട്. അതിൽ കോർട്ട് എന്ത് ചെയ്യണം, കോർട്ട് മസ്റ്റ് ഡെഫർ ടു, കോർട്സ് എന്ത് ചെയ്യണം, ഡെഫർ ചെയ്യണം, കൺഫേം ചെയ്യണം. എന്തിനോട്? ഇലക്ടഡ് ഗവൺമെന്റുമായിട്ട് കൺഫേം ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം, ഗവൺമെന്റിന്റെ ഡിസിഷൻസിനെ അക്സെപ്റ്റ് ചെയ്യണം, ജഡ്ജ്മെന്റിന്റെ എന്തിന്റെ കാര്യത്തിന്. അതിപ്പോ ഒരു കൺട്രിയെ സംബന്ധിച്ചിട്ടുള്ള എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ പോളിസിന്റെ കാര്യം വരുമ്പോൾ കോർട്ട് ശരിക്കും ജുഡീഷ്യൽ എന്ത് ചെയ്യണം, എക്സിക്യൂട്ടീവായിട്ട് എന്ത് ചെയ്യണം, അഗ്രി ചെയ്യണം. അതാണ് അതിന്റെ ഒരു രീതി. അതൊരു ജുഡീഷ്യൽ റിവ്യൂ അങ്ങനെയാണ്. അപ്പം എന്നാൽ അവരുടെ ഇന്റർവെൻഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ലിമിറ്റ് ചെയ്യുന്ന ഇൻസിഡൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് ആർ പാൽപ്പബിളി ആർബിട്രറി, പേറ്റന്റ്ലി ഇല്ലീഗൽ. ശരിക്കും പറഞ്ഞാൽ വളരെ ഡെസ്പോട്ടിക് ആയിട്ട് അടിച്ചമർത്തപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇല്ലീഗലി വളരെ ക്ലിയർ ആയിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ഡിസിഷൻസിനെതിരെ ഇന്റർവ്യൂ ചെയ്യാൻ കോർട്ടിന് പറ്റും. അതാണ് ഇതിന്റെ ഒരു വശം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതിനെപ്പറ്റി. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇൻ ദിസ് ബാക്ക്ഡ്രോപ്പ് നമുക്കൊരു സർപ്രൈസും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. 5 ജഡ്ജസിൽ 4 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞ ജുഡീഷ്യൽ ഇന്റർവെൻഷന് വേണ്ടി നിയമിച്ചായിരുന്നു. അപ്പൊ ഇവരുടെ ഉള്ളിൽ 5 പേരിൽ 4 പേരും അഗ്രി ചെയ്തു. ഗവൺമെന്റിന്റെ വിസ്റ്റം, ഗവൺമെന്റ് ചെയ്ത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു അതിലിപ്പോ സർപ്രൈസ് ചെയ്യണ്ട, അങ്ങനെ നടക്കൂ, അത് അങ്ങനെ വരുള്ളൂ നമ്മൾ പറയില്ലേ. അപ്പം അതിൽ നമുക്ക് സർപ്രൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യമാണ്. നവംബർ 8 തീയതി 2016 നവംബർ 8 തീയതി ഡിമോണിറ്റൈസേഷൻ നടത്തി. 500 രൂപ നോട്ടും 1000 രൂപ നോട്ടും, അതൊക്കെ ഞാൻ പറയേണ്ടതല്ലേ, സർക്കുലേഷനുള്ള 1000 രൂപ നോട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു, ഡിമോണിറ്റൈസ് ചെയ്തു, അതിനെ റദ്ദാക്കി അല്ലെ. അതിന്റെ സർക്കുലേഷനെ റദ്ദാക്കുക, അതാണ് ഡിമോണിറ്റൈസ് ചെയ്യുക. അത് റദ്ദാക്കി, അതിനെ ശരിവെച്ചു. ആര്? ഈ 5 അംഗ ബെഞ്ചില് 4 പേരും ശരിവെച്ചു. അപ്പൊ ഒരാൾ മാത്രമേ അതിലെതിരുള്ളൂ, ബാക്കി എല്ലാവരും ഓക്കെ പറഞ്ഞു. കാരണം ഓർക്കണം, പാൽപ്പബിളി ആർബിട്രറി ആവുക അല്ല ക്ലിയർലി വളരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ടീവ് ഡിസിഷൻസിൽ നമ്മുടെ ജുഡീഷ്യറിക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു കേസ് ആകുമ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ഇതിനെ ജുഡീഷ്യൽ ഇന്റർവെൻഷനെ വേറെ ആവശ്യമില്ല എന്ന രീതിയിൽ പറയുന്നതിന്റെ കാര്യം. The scope of judicial intervention was only to examine the decision-making process. But the majority has given its uncritical endorsement to the process, terming it to be free of flaws. It has upheld the government's power to demonetize notes without quantitative restrictions and accepted the claim that there was adequate consultation between the union government, which initiated the proposal, and the Reserve Bank of India (RBI). What might seem distressing about the majority verdict is that it has made light of the enormous suffering of the people that monetization entailed. While there are observations that recognize the possibility of hardship and that അപ്പൊ ഈ ജുഡീഷ്യൽ ഇന്റർവെൻഷന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയായിരുന്നു ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ചെയ്തത് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്ക് എക്സാമിൻ ചെയ്യണമായിരുന്നു ഈ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കറക്റ്റ് ആണോ എന്ന് എക്സാമിൻ ചെയ്യണമായിരുന്നു. പക്ഷെ മെജോറിറ്റി എന്താ ചെയ്തേ? മെജോറിറ്റി ആയിട്ടുള്ള ഈ പറഞ്ഞ 4 പേരും ഈ 5 അംഗത്തിലെ 4 പേരും പറഞ്ഞു ഇത് അൺക്രിട്ടിക്കലാ, എൻഡോഴ്സ്മെന്റ് സപ്പോർട്ട് ചെയ്തു അല്ലെ, ഒരു പ്രശ്നമില്ല, പ്രോസസ് കറക്റ്റാ, ഓക്കെ ആണ്, ഒരു പ്രശ്നമില്ല. ആൻഡ് ദാറ്റ് ഇസ് ഫ്രീ ഓഫ് ലോ, ഡിമോണിറ്റൈസേഷൻ ശരിവെച്ചു അല്ലെ അവരെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവര് ഈ പറഞ്ഞ 5 അംഗ ബെഞ്ചിലെ 4 പേരൂടെ പറയുന്ന കാര്യം ഇതാണ്, ഗവൺമെന്റ് ഡിമോണിറ്റൈസേഷനെ കൊണ്ടുപോയത് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടാണ്, കൺഫേം ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടാണ്, റെസ്ട്രിക്ഷൻസ് വിതൗട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ്. ആൻഡ് അത് മാത്രമല്ല ആഡിക്വേറ്റ് ആയിട്ട് കൺസൾട്ടേഷൻ ഒക്കെ നടത്തിയിരുന്നു, RBI ആയിട്ട് കറക്റ്റ് ആയിട്ട് യൂണിയൻ ഗവൺമെന്റും RBIയും തമ്മിൽ കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്ത് തീരുമാനമെടുത്ത്, ഉറപ്പിച്ച് തീരുമാനമെടുത്ത. ഇത് ഇനിഷ്യേറ്റ് ചെയ്ത് യൂണിയൻ ഗവൺമെന്റ് ആണ്, അത് യൂണിയൻ ഗവൺമെന്റ് പ്രപ്പോസൽ ആയത്. അതിന് RBI ശരിവെച്ച് അവർ ഒരുമിച്ച് എടുത്ത തീരുമാനമാണെന്നും അതുകൊണ്ട് ഇതിൽ പ്രശ്നമൊന്നും ഒരു എന്താ പറയുക ഒരു ലൂപ്പ് ഹോളും കാണാനില്ല എന്നാണ് നമ്മുടെ സുപ്രീം കോടതിന്റെ ഇന്റർവെൻഷനിലൂടെ മനസ്സിലാക്കിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ വളരെ നമ്മളെന്താ പറയാ അപ്സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഡിസ്ട്രസ് ചെയ്യിക്കുക, അപ്സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മെജോറിറ്റിയുടെ വേർഡിക്റ്റിനെ ഇതിനെ നമുക്ക് ഭയങ്കര എന്താ പറയുക ദഹിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ വെച്ചാൽ ഇറ്റ് മെയ്ഡ് ലൈറ്റ് ഓഫ്
enormous suffering. It made light of നിസാരവൽക്കരിച്ചു suffering of the people. ഒരുപാട് ആൾക്കാരെ സാധാരണക്കാരെ വലച്ചിരുന്നു demonetization പറഞ്ഞു വരുമ്പോൾ അല്ലെ. It really caused a lot of suffering to the people. ഒരുപാട് സഫറിങ്സ് സാധാരണക്കാർ ഒരുപാട് പേര് മരിച്ചിരുന്നു demonetization സമയത്ത് അല്ലെ, ഈ ഒരു കാര്യമൊക്കെ ആയിട്ട്. അപ്പം അതുമായി ഒരുപാട് ആ ബന്ധപ്പെട്ട് ഒരുപാട് പേര് മരിച്ചു. ആ സഫറിങ്സിനൊക്കെ നിസ്സാരവൽക്കരിച്ചല്ലോ ഈ വേർഡിക്റ്റ് എന്ന് പറയുന്നത് വല്ലാണ്ട് നമ്മൾ അപ്സെറ്റിംഗ് ആയിട്ട് സുപ്രീം കോടതിയോട് വല്ലാണ്ട് നമുക്ക് അപ്സെറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ അപ്സെറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ഒരു ഒബ്സർവേഷൻസ് ഉണ്ട് ദാറ്റ് ഹാർഡ്ഷിപ്പ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, പോസിബിലിറ്റി ഓഫ് ഹാർഡ്ഷിപ്പ് ആൻഡ് ഡിമോണിറ്റൈസേഷൻ മേ ഹാവ് അൾട്ടിമേറ്റ്ലി ബീൻ എ ഫെയിലിയർ. അവർ പറയുന്നുണ്ട്, റെക്കഗ്നൈസ് തിരിച്ചറിയുന്നുണ്ട് അതിന് ഹാർഡ്ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതൊരു ഒരു പക്ഷേ ഒരു അൾട്ടിമേറ്റ് ഒരു ഫെയിലിയർ ആയിരിക്കാം. These are limited to contexts to say neither individual suffering nor errors of judgment can be cited to invalidate the action. പക്ഷേ ഇതൊന്നും മുഖവരിക്ക് എടുത്തിട്ടില്ല. ഇൻഡിവിജ്വൽ സഫറിംഗ് ആയിക്കോട്ടെ, neither individual suffering nor errors of judgment, ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് can be cited. നമുക്കതിൽ എടുത്ത് പറയാൻ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? can be mentioned. ഈ ഒരു ആക്ഷനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ മാത്രം, റദ്ദാക്കാൻ മാത്രം അല്ലെ, ഇതിനെ അനൽ ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ മാത്രം ഉള്ള ഒരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടൊരു പ്രൂഫ് ഒന്നും നമുക്ക് ഇവിടെ എടുത്ത് പറയാൻ പറ്റില്ല എന്നാണ് അതിന്റെ അവസ്ഥ പറയുന്നത്. അപ്പൊ പറഞ്ഞാൽ സുപ്രീം കോടതി ഇന്റർവെൻഷൻ നടന്നു. പക്ഷെ സുപ്രീം കോടതി ഇന്റർവെൻഷൻ നടത്തുമ്പോൾ ഇതില് നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന് ഒരു ഫ്ലോസും ഇല്ല, ഇത് ഫ്രീ ഓഫ് ഫ്ലോ ആയിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണെന്നുള്ള കണ്ടത്. So the majority has brushed aside substantial arguments based on proportionality, holding that demonetization survives every test of proportionality. There was a legitimate purpose, unearthing fake currency and hoarded wealth and combating terror funding. There was a nexus between the action and the objectives, and the court did not have the expertise to suggest a less intrusive way of achieving these objectives. However, it does not properly address the question on whether the adverse പറഞ്ഞു എന്താണെന്ന് വെച്ചാല് പ്രൊപ്പോർഷണാലിറ്റിയുടെ ബേസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ ഇതിന്റെ പ്രൊപ്പോർഷണാലിറ്റി, ഇതിന് എത്രത്തോളം അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പോയേക്കുന്നത് വെച്ചുമ്പോൾ ഒരു പ്രശ്നമില്ല, എല്ലാ ടെസ്റ്റ് പ്രൊപ്പോർഷണാലിറ്റി അനുസരിച്ച് കൃത്യമായിട്ട് തന്നെയാണ് ഇത് കൊണ്ടുപോയത്, ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് കോർട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത്. കാര്യം ലെജിറ്റിമേറ്റ് പേർപ്പസ് ഉണ്ടായിരുന്നു, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടൊരു പേർപ്പസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പേർപ്പസ്? എന്തിനു വേണ്ടി നമ്മൾ ഡിമോണിറ്റൈസേഷൻ നടത്തിയത്? അതിന്റെ പേർപ്പസ് എന്തായിരുന്നു? പേർപ്പസ് ഇസ് ടു unearth fake currency അല്ലെ, ഫേക്ക് കറൻസി പുറത്തോട്ട് കൊണ്ടുവരിക, ഡിക്കപ്പ് ചെയ്യണം അല്ലെ. ഹോർഡഡ് വെൽത്ത് ഒക്കെ ഉണ്ട്, ഒരുപാട് പേര് പൂത്ത് കെട്ടി വെച്ചേക്കുന്ന വെൽത്ത് ഉണ്ട്, അതൊക്കെ പുറത്തോട്ട് കൊണ്ടുവരിക. പിന്നെ ടെറർ ഫണ്ടിങ്ങിന് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഫൈറ്റ് ചെയ്യണം. അതൊക്കെയായിരുന്നു അതിന്റെ പേർപ്പസ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി there was a connection between ആക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്. എന്താണ് ആക്ഷൻ നടത്തിയ അതിന്റെ ഒബ്ജക്റ്റീവ് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നാല് പക്ഷെ കോർട്ട് എന്താണ് വേറൊരു ലെസ് ഇൻട്രൂസീവ് വേ സജസ്റ്റ് ചെയ്യാൻ കോർട്ടിന് അറിയത്തില്ല. കുറച്ചുകൂടെ ആൾക്കാരുടെ ലൈഫിന് ഇടപെടാത്ത രീതിയിൽ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേറെ രീതിയിൽ കുറച്ചുകൂടെ ഇടപെടാൻ പറ്റാതെ കുറച്ച് സിംപ്ലർ ആയിട്ടുള്ള ലെസ് ഇൻട്രൂസീവ് വേ ഓഫ് അച്ചീവിംഗ് ദീസ് ഒബ്ജക്റ്റീവ്സ് കണ്ട് എക്സ്പെർട്ടീസ് പറയാനായിട്ട് കോർട്ടിന് പറ്റിയിട്ടില്ല. However, it does not properly address a question. ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി അവിടെ കോർട്ട് അതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല. മാത്രമല്ല കുറച്ചുകൂടെ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാൻ കോർട്ടിന് പറ്റില്ല. വെദർ ദി അഡ്വേഴ്സ് കോൺസിക്വൻസ് കുഡ് ഹാവ് ബീൻ ലിമിറ്റഡ്, കുറച്ചുകൂടെ ലിമിറ്റഡ് ആക്കി മാറ്റാമായിരുന്നു, ഈ കോൺസിക്വൻസ് നമുക്ക് ചുരുക്കാമായിരുന്നു എന്ന ചോദ്യത്തിന് കോർട്ട് ഉത്തരം തന്നിട്ടില്ല. It is unfortunate that the court had nothing critical to say about the government failing to anticipate the ruinous effect extinguishing the value of 86% of available currency on the economy and the immense miseries it heaped on the population. Justice B.V. Nagaratna's dissent, holding the process to be flawed and the RBI's approach to be without application of mind, is a consolation for those who want the courts to hold those in power to account. In a larger sense, of course, a judicial wrap on policy questions matters little. But it might give governments cause for a pause before implementing decisions with far-reaching consequences for the people. അപ്പൊ എന്തായാലും ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇവിടെ എന്താ കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന വെച്ചാൽ കോർട്ടിന് ഒരിക്കലും ഒരു രീതിയിലും കോർട്ട് ക്രിട്ടിക്കൽ ആയിട്ട് പറഞ്ഞില്ല. കാരണം ഗവൺമെന്റിന്റെ ഒരു ഫെയിലിയർ ഇൻ ആന്റിസിപ്പേറ്റിംഗ് റൂവിനസ് എഫക്ട്, എത്രത്തോളം എഫക്ട് ഈ ആൾക്കാരിൽ വരുമെന്നും മാത്രമല്ല 86% വാല്യൂ ഓഫ് 86% ഓഫ് എന്താ കറൻസിയാണ് നമ്മൾ എന്ത് കളയാം, എക്സ്റ്റിങ്വിഷ് ചെയ്ത് കളഞ്ഞ്, ഇല്ലാണ്ടാക്കി കളഞ്ഞ് അല്ലെ. മാത്രമല്ല എത്രത്തോളം ഇമ്മൻസ് മിസ്റ്ററീസ് ആൾക്കാരിലോട്ട് വന്ന് ബാധിച്ചു, പോപ്പുലേഷനിൽ ബാധിച്ചു എന്നുള്ളതും അഡ്രസ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റില്ല, നമ്മുടെ ഗവൺമെന്റിന് പറ്റില്ല, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിന് പറ്റില്ല. അത് അഡ്രസ് ചെയ്യാൻ സുപ്രീം കോർട്ടിന് പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി വി നാഗരത്ന അദ്ദേഹം മാത്രം അതിന് എതിരായിരുന്നു. ഡിസഗ്രിമെന്റ് അറിയാലോ, ഡിസഗ്രിമെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസഗ്രിമെന്റ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ പ്രോസസ് ഫ്ലോഡ് ആണെന്ന് പറയുന്നതിനുള്ള ഇത് പുള്ളി അത് ചെയ്തു.
ഹോൾഡ് ചെയ്തു, പുള്ളി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞു ഇറ്റ്സ് ഫ്ലോഡ്. ആൻഡ് RBIയുടെ അപ്രോച്ചും വിത്തൗട്ട് അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഒന്ന് ചിന്തിക്കുകയും ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൺസോളേഷൻ ആണ് അല്ലെ. കോർട്ടിന് ഇതിന് പവറിലുള്ളവരാണ് ഇതിന് അക്കൗണ്ടബിൾ, പവർഫുൾ ആയ ആൾക്കാർ, ഇത് ഗവൺമെന്റ് ആണ് ഇതിന് അക്കൗണ്ടബിൾ എന്നതിന് പറയുന്നതിൽ നമുക്കൊരു അതിന് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടും. ഇൻ എ ലാർജ് സെൻസ് ഇത് കുറച്ചൊരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ജുഡീഷ്യൽ റാപ്പ് എന്ന് പറയുന്നത്, ജുഡീഷ്യൽ ഹിറ്റ്, ജുഡീഷ്യൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്, ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലോ ഇവർക്ക് ഈ പോളിസിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ജുഡീഷ്യൽ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു രീതിയിലും ഹിറ്റ് ചെയ്തില്ല അവരെ. ലിറ്റിൽ നത്തിങ് ഹാപ്പൻഡ് അല്ലെ. ഗവൺമെന്റ് ഒരു തരത്തിലും ഹിറ്റ് ചെയ്തില്ല, ഈ പോളിസി ഒരു തരത്തിലും ഹിറ്റ് ചെയ്തില്ല. കാരണം അതിനെ അത് ഓക്കെ ആണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തല്ല കൊടുത്തത്, അതിനെ കൺഫേം ചെയ്യല്ലേ ചെയ്തേ. ബട്ട് ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പുവരുത്താൻ പറ്റും, ഗവൺമെന്റിന്റെ കോസ് ഫോർ പോസ്, ഗവൺമെന്റ് ഇതിന്റെ ആവശ്യം, അതിന്റെ കോസിന്, അവരുടെ കാരണത്തിന് ഒന്ന് പോസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാ? ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉണ്ടോ, ആൾക്കാരിലോട്ട് എത്രത്തോളം ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഇത് വരുത്തുമെന്ന് ആൾക്കാർക്കൊന്ന് ചിന്തിച്ചിട്ട് വേണം ടേക്ക് എ പോസ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്, പോണ്ടർ ഓൺ ദാറ്റ് എന്നതിനെ പറ്റി ഒരു ഡിസിഷൻ മേക്കിങ്ങിന് മുമ്പ് ഇനി ഗവൺമെന്റ് ചിന്തിക്കാനൊരു അവസരമാണ് ഇതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ആണ് ഇത് ആർട്ടിക്കിൾ അവസാനിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എൻ അനലിറ്റിക്കൽ പീസ് കേട്ടോ, ഇതൊരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. നമുക്ക് ക്വസ്റ്റനിലോട്ട് പോകാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുവാണെങ്കിൽ ഇച്ചിരി അധികം ഡിസ്കഷൻ നടന്നു നമ്മുടെ. അപ്പോൾ നമുക്ക് എന്തായാലും നിർത്താം, സമയമായി, സാറിന്റെ ക്ലാസ് തുടങ്ങുവാണ്. ഡിസംബേഴ്സ് റവന്യൂസ് were 2.5 higher than November and reflected a 15.2% year-on-year uptick. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർക്കണേ നമ്മുടെ ഡിസംബേഴ്സ് റവന്യൂസ് എന്ന് പറയുന്നത് 25% ഹയർ ദാൻ ആണ്. നവംബറുമായിട്ടാണോ? അല്ല, നവംബറിന്റെ റവന്യൂ ആയിട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻഫോർമലി കറക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ തെറ്റാ. ഡിസംബറിന്റെ റവന്യൂ എന്ന് പറയുന്നത് നന്ദിഷ സോറി ആണ്, വനിത ജഡ്ജിയാണ്. ഹിസ് അല്ല, ഹെർ ആണോ? സോറി. ഓക്കെ ഓൾറൈറ്റ്. അപ്പോൾ സോറി, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി. സോറി ഫോർ. ഡിസംബറിന്റെ റവന്യൂ എന്ന് പറയുന്നത് 2.5 ഹയർ ദാൻ ദാറ്റ് ഓഫ്, സോറി ദാറ്റ് അല്ല, ദോസ് ഓഫ്, റവന്യൂ അല്ല, പ്ലൂറൽ അല്ലേ, ദോസ് ഓഫ് ഇവിടെ വരണം, അപ്പോഴത് കറക്റ്റ് ആവുള്ളൂ. ശ്രദ്ധിച്ചോണേ, ഇവിടെ നമ്മൾക്ക് ഈക്വൽ കമ്പാരിസൺ എന്നൊരു കോൺസെപ്റ്റ് ആണ്. ഈക്വൽ കമ്പാരിസൺ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈക്വൽ കമ്പാരിസൺ ആണ്. നമ്മൾ മന്തുകളെ തമ്മിലല്ല കമ്പാരിസൺ നടത്തുന്നത്, മന്തിലെ റവന്യൂസിനെ തമ്മിലാണ് കമ്പാരിസൺ നടത്തുന്നത് അല്ലേ. അപ്പം അതിന് ഓർത്തോണം, പ്ലൂറൽ ആണ്, പ്ലൂറൽ നൗൺ ആയതുകൊണ്ടാണ് ദോസ് വന്നത്. സിംഗുലർ ആയിരുന്നെങ്കിൽ അത് ദാറ്റ് വന്നേനെ. were higher than those of November and reflected a 15.2% year-on-year uptick. ഇതാണ് ഈക്വൽ കമ്പാരിസൺ എന്ന ടോപ്പിക് എന്നൊരു ചോദ്യമായിരുന്നു. ഇത് എക്സാമിന് വരാറുള്ള ടൈപ്പാണ്, സ്ഥിരമായിട്ട് വരാറുള്ള ടൈപ്പാണ് എന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ഓൾ റൈറ്റ്, ക്ലിയർ? Okay, so ഇതാണ് ഇന്നത്തെ question. After his inauguration on Sunday, Lula said his focus will be on unity and reconstruction. ഇതാണ് question. Take a screenshot, മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ question. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ കോമന്റ് സെക്ഷൻ തരാം. ഓക്കെ, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ, Attendant for Kerala Central Exams. Thank you so much for watching. സമയം ഓൾറെഡി താമസിച്ചു, ഞാൻ നിൽക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്യാം, ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ, ബൈ. അടുത്ത ദിവസം രാവിലെ 8:30 ബൈ, ടേക്ക് കെയർ.